അപ്പൊ അതിന്റെ പോക്സോന്റെ ഫുൾ ഫോം അറിഞ്ഞു വെച്ചേക്കാം. എന്താ പോക്സോ എന്ന് പറഞ്ഞാല്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ്. ഓക്കെ, പോക്സോ ആണ്, POCSO ആണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആണ് പോക്സോ ആക്ട്. ഇനി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതായിരുന്നു, 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി 18 വയസ്സിൽ താഴെ. ഇപ്പോ PSC മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് എത്ര വയസ്സിന് താഴെയാണ്? അപ്പൊ 18 വയസ്സിന് താഴെ എന്നുള്ളതാണ് ആൻസർ. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി ചോദിക്കുകയാണെങ്കിൽ 18 വയസ്സിന് താഴെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്, നമുക്ക് ഇങ്ങനെ ഓരോ ചോദ്യം അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് വേഗം പഠിച്ചു പോവാം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ചതിന് ശേഷം ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നുള്ളതിന് ആൺ പെൺ വ്യത്യാസമില്ല. ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ പോക്സോ ആക്ട് എന്ന് പറയുന്നത് അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺ പെണ്ണ് വ്യത്യാസമില്ല കേട്ടോ. പിന്നെ പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് 16 വയസ്സിൽ താഴെയായിരിക്കണം. 16 വയസ്സാണോ? അല്ല അല്ലെ, 18 വയസ്സിന് താഴെയുള്ളതാണ് കുട്ടികൾ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ശരി. ഓക്കെ, അപ്പൊ 18 വയസ്സിന് താഴെയുള്ളതായിരിക്കണം എന്നുള്ളത് എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. PSC ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, താഴെ പറയുന്നവയിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പോക്സോ ആക്ട് ആണ് അല്ലെ, പോക്സോ ആക്ട് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ, കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആയത് പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം എത്രയാണ്? കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 മണിക്കൂറിനകം ഇത് റിപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ കുട്ടികൾക്കെതിരെയായിട്ടുള്ള ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആയത് പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 24 മണിക്കൂറാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിക്കുകയാണെങ്കിൽ 1098 കേട്ടോ, 1098 എന്നുള്ളത് പഠിച്ചു വെക്കുക. 1098 ആണ്. അപ്പൊ 24 മണിക്കൂറിനകം ഇൻഫോം ചെയ്യണം എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. അത് ശരിയാണ് കേട്ടോ, പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ സെക്ഷൻസിലേക്കൊക്കെ നമ്മൾ കയറുന്നുണ്ട്. കോഡ്സ് വെച്ച് നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ ആദ്യം ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത് അല്ലെ. ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. യൂണിഫോം ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേടിയും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള 2 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുള്ളത്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പോക്സോ നിയമം നിലവിൽ വന്നിട്ടുള്ള വർഷം അത് 2012 അല്ലെ. 2012 അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ എക്സാമിന് ഇരിക്കുമ്പോൾ എങ്ങാനും തെറ്റിപ്പോണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയുന്ന കോഡാണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം, 12ാം ക്ലാസ് വരെ നമ്മൾ കുട്ടികളാണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്കാക്കാം കേട്ടോ. 12ാം ക്ലാസ് വരെ, അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കോളേജിലേക്ക് ആവുമല്ലോ. അപ്പൊ 12ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 2012 എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറച്ച് പോയിന്റുകൾ ഉണ്ട്. ഇനി ഈ പോക്സോ ആക്ട് നമ്മൾ പറഞ്ഞു അല്ലെ, 2012 എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ പഠിച്ചു വെച്ചേക്കുക. രാജ്യസഭ പാസ്സാക്കിയുള്ള ഡേറ്റ് 2012 മെയ് 10 ഓക്കെ, 2012 മെയ് 10 രാജ്യസഭ ഇത് പാസ്സാക്കിയിട്ടുള്ളത്. ലോക്സഭ ഇത് പാസ്സാക്കിയിട്ടുള്ളത് 2012 മെയ് 22 2012 മെയ് 22 ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത്. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത് എപ്പോഴാ? പ്രസിഡന്റ്, ഇതാണ് ഇമ്പോർട്ടന്റ്, കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2012 ജൂൺ 19 അതേസമയം ഇത് നിലവിൽ വന്നിട്ടുള്ളത്, ഈ പോക്സോ നിയമം നിലവിൽ വന്നിട്ടുള്ളത് 2012, എല്ലാം 2012 ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതാത്തത്, നവംബർ 14. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. ജൂൺ 19 അല്ലെങ്കിൽ ജൂൺ എന്ന് പറയുമ്പോൾ നമ്മളെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മാസം അല്ലെ. അപ്പോൾ കുട്ടികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത് ജൂൺ മാസമാണെന്നുള്ളത് ഓർത്തു വെക്കാം. ജൂൺ 19 എന്നുള്ളത് ഓർത്തു വെക്കാം. അതേപോലെ തന്നെ കുട്ടികളുടെ ദിവസമായിട്ട് പറയുന്നതാണ് നവംബർ 14 അല്ലെ.
അന്നാണത് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. 2012 നവംബർ 14 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവാ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ ഇനി നമ്മൾ സെക്ഷനിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് എന്താണ് പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനത്തെ കുറിച്ചാണ് സെക്ഷൻ 3 പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സെക്ഷൻ 3 എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? നമുക്ക് അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വേഗം പഠിച്ചു പോവാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻസ് ആണ് കേട്ടോ. അപ്പോ ഈ സെക്ഷൻസ് PS ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം, നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ്, അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. അപ്പൊ സെക്ഷൻ 3 എന്താ പറയുന്നത്? ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക അവയവങ്ങളോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ച് ചൂഷണം ചെയ്യുകയോ ഇത്തരം പ്രവൃത്തികൾ ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഇതിനെല്ലാം നമ്മൾ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണമായിട്ട് കരുതപ്പെടും. മനസ്സിലായോ? അപ്പൊ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന്റെ കേസിൽ ഏതൊക്കെയാ വരുന്നത്? ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക അവയവങ്ങളോ മറ്റും ഉപയോഗിച്ച് ചൂഷണം ചെയ്യുകയോ ഇത്തരം പ്രവൃത്തികൾ ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഒക്കെ വരുന്നതും ഈ ഒരു കേസിൽ വരുന്നതാണ്. സെക്ഷൻ 3 പറയുന്നതാണ് അല്ലെ. അപ്പൊ സെക്ഷൻ 3 എന്താ പറഞ്ഞെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സെക്ഷൻ 1 എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. തൊട്ടടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയെ കുറിച്ചാണ് തൊട്ടടുത്ത സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 4(1). അപ്പൊ സെക്ഷൻ 3 പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് ഇനി അതിന്റെ ശിക്ഷ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെക്ഷൻ 4(1) പറഞ്ഞിട്ടുള്ളത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ. ജീവപര്യന്തം എന്നൊക്കെ പറയുമ്പോൾ 14 വർഷം വരെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും ലഭിക്കും എന്നുള്ളതാണ് സെക്ഷൻ 4(1) പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 4(2) പറഞ്ഞിട്ടുള്ളത് 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കെതിരെ സെക്ഷൻ 3 പ്രകാരമുള്ള ആക്രമണം നടന്നാൽ 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ തന്നെ ഒരു ക്ലോസും കൂടെ പറഞ്ഞേക്കാണ്. 16 വയസ്സിന് താഴെയാണെങ്കിൽ 10 വർഷമല്ല, എത്ര വർഷം? 20 വർഷം വരെ തടവ് ശിക്ഷയും 20 മുതൽ ജീവപര്യന്തം വരെ തടവും പിഴ ശിക്ഷയും ലഭിക്കും എന്നുള്ളതാണ് സെക്ഷൻ 4(2) പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 4(3) എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴത്തുക ആക്രമണത്തിന് ഇരയായിട്ടുള്ള കുട്ടിയുടെ ശാരീരിക ചിലവിനും പുനരധിവാസത്തിനും ഉപയോഗിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 4(3) പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. സെക്ഷൻ 3 പറയുന്നത് എന്താ? സെക്ഷൻ 3 പറയുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചാണ്. അപ്പോ അതിന്റെ ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 4(1) പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെക്ഷൻ 4(1) പറഞ്ഞിട്ടുള്ളത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെയുള്ള പിഴയും ശിക്ഷയും ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 4(2) പറയുന്നത് എന്താ? 16 വയസ്സിന് താഴെയാണെങ്കിൽ റൂള് പിന്നെയും മാറുകയാണ് അല്ലെ. 20 വർഷം മുതൽ വരെയുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് സെക്ഷൻ 4(2) പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 4(3) പറയുന്നത് എന്താ? ഈ പറഞ്ഞിട്ടുള്ള ആക്രമണത്തിനിരയായിട്ടുള്ള കുട്ടിയുടെ ചിലവിനും പുനരധിവാസത്തിനും വേണ്ടിയിട്ട് ഈ തുക എന്നുള്ളതാണ് സെക്ഷൻ 4(3) പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ കാര്യം തന്നെ. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യാൻ, വളരെ സിമ്പിൾ ആണ്. ഇതേ കാര്യം തന്നെ, ഇപ്പൊ ഇത് സാധാരണക്കാര് ചെയ്യുന്ന കേസിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതേ കാര്യം തന്നെ കുറച്ചും കൂടെ എന്താ പറയാ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ, അതായത് മെയിനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതായത് ഗൗരവമായിട്ടുള്ള ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. മനസ്സിലായോ? സർക്കാർ ഉദ്യോഗസ്ഥനോ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരോ മതസ്ഥാപന ജീവനക്കാരോ അല്ലെങ്കിൽ പോലീസോ അങ്ങനെയുള്ള മനസ്സിലാവുന്നില്ലേ? ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അവരൊക്കെ ചെയ്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കൾ ചെയ്താലോ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ചെയ്താലോ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്കെതിരെ ചെയ്താലോ ആക്രമണത്തിന് ഇരയാകുന്നത് പെൺകുട്ടിയാണെങ്കിൽ കുട്ടി ഗർഭിണിയായാലോ കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താലോ ഒന്നിലധികം തവണ ആവർത്തിച്ച് ആക്രമിച്ചാലോ ഒക്കെ ഈ ഒരു കേസിൽ വരും. ഏത് കേസിലാ? സെക്ഷൻ 5, അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതേപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്താലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചെയ്താലോ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ചെയ്താലോ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്കെതിരെ ചെയ്താലോ ആക്രമണത്തിന് ഇരയാകുന്നത് പെൺകുട്ടിയാണെങ്കിൽ കുട്ടി ഗർഭിണിയായാലോ
കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താലോ ഒന്നിലധികം തവണ ആവർത്തിച്ച് ആക്രമിച്ചാലോ ഒക്കെ ഈ ഒരു കേസിൽ ഈ ഒരു സെക്ഷന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. ഇനി മാരക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിച്ചാലോ അത് കാരണം കുട്ടിക്ക് ഗുരുതര പരിക്കുകൾ സംഭവിച്ചാലും ശാരീരിക മാനസിക വൈകല്യം സംഭവിച്ചാൽ ലൈംഗിക രോഗങ്ങളോ മറ്റു രോഗങ്ങളോ കുട്ടിയിലേക്ക് പകരാൻ കാരണമായാലോ അല്ലെങ്കിൽ മരണം സംഭവിച്ചാലും ഈ പറഞ്ഞ സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ലൈംഗിക രോഗങ്ങളോ മറ്റും വന്നാലും ഈ ഒരു സെക്ഷനിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. ഈ HIV എന്നൊക്കെ പറയുമ്പോൾ അത് പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത് മനസ്സിലാക്കുക, അതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 5 ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ സെക്ഷൻ 5 എന്ന് പറയുമ്പോൾ നമുക്ക് 5 മണി ആലോചിക്കാം. ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം പൂട്ടുന്ന സമയം 5 മണിയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സെക്ഷൻ 5 ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. മനസ്സിലാവുന്നില്ലേ? ഇനി നമുക്ക് സെക്ഷൻ 6(1) നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സെക്ഷൻ 3 പറഞ്ഞു, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആയിരുന്നു അല്ലെ. പിന്നെ 3 കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്ത 4 വെച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. 3 പറഞ്ഞിട്ട് പിന്നെ 4 സെക്ഷൻ 4 സെക്ഷൻ 4(2) സെക്ഷൻ 4(3) എന്നൊക്കെ പറയുന്നത് അതിന്റെ ശിക്ഷയെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സെക്ഷൻ 5 അല്ലെ. അപ്പൊ ഇനി നമ്മൾ എന്താ പറയണ്ടേ? ഇനി നമ്മൾ പറയേണ്ടത് അതിന്റെ ശിക്ഷയെ കുറിച്ചല്ലേ. അപ്പൊ അതാണ് സെക്ഷൻ 6 പറയുന്നത്. സെക്ഷൻ 6(1) സെക്ഷൻ 5 പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും അല്ലെങ്കിൽ വധശിക്ഷയും ലഭ്യമാക്കുന്നതാണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 6 എന്താ പറയുന്നത്? സെക്ഷൻ 5 പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ, മനസ്സിലായോ? 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും അല്ലെങ്കിൽ വധശിക്ഷയും ലഭിക്കാവുന്നതാണ്. മാക്സിമം വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. ഇനി സെക്ഷൻ 6(2) എന്താ പറയുന്നത്? പ്രതിയിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള പിഴ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആ പിഴ തുക ആക്രമണത്തിനിരയായിട്ടുള്ള കുട്ടിയുടെ ശാരീരിക ചികിത്സയ്ക്കും മറ്റത് പറഞ്ഞ പോലെ തന്നെ സെയിം കേട്ടോ, ശാരീരിക ചികിത്സയ്ക്കും ചിലവിനും പുനരധിവാസത്തിനും ഉപയോഗിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ സെക്ഷൻ 3 പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് സെക്ഷൻ 5 പറഞ്ഞിട്ടുള്ളത്. ഇത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ ഇന്ന പോലെയൊക്കെ സംഭവിക്കും. പിന്നെ സെക്ഷൻ 6 അതേപോലെ തന്നെ സെക്ഷൻ 6(2) പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ എന്താ പറയാ ശിക്ഷയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം സെക്ഷൽ അസോൾട്ട് ആണ്. സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ലൈംഗിക ആക്രമണം. അപ്പൊ സെക്ഷൻ 7 ഇനി എന്താണ് പറയണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ സെക്ഷൻ 6 വരെ എത്തി കേട്ടോ. സെക്ഷൻ 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. നമ്മൾ ആ സമയം വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. ഇനി സെക്ഷൻ 7 പറയുന്നത് ലൈംഗിക ആക്രമണം അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട്. ലൈംഗിക ചിന്തയോടുകൂടി ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കുകയോ തങ്ങളുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത് ലൈംഗിക അതിക്രമമായിട്ട് കരുതപ്പെടുന്നു. അപ്പൊ ഓരോന്നിന്റെയും കേസുകൾ മനസ്സിലാക്കണം. ലൈംഗിക ആക്രമണം എന്തായിട്ടാണ് വരുന്നത്? ലൈംഗിക ചിന്തയോട് കൂടിയിട്ട് ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയോ തങ്ങളുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത് ലൈംഗിക അതിക്രമമായിട്ട് കരുതപ്പെടുന്നു. ഇനി സെക്ഷൻ 8 എന്താ പറയുന്നത്? സെക്ഷൻ 7 പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്രയാണ് മിനിമം അതിന്റെ വർഷം എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 3 വർഷമാണ് മിനിമം അല്ലെ. മാക്സിമം എത്ര? 5 വർഷം വരെ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സെക്ഷൻ 7 എന്താ പറയുന്നത്? സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്, ലൈംഗിക ആക്രമണം. ഓക്കെ, അപ്പൊ ഇതൊരു ഡിസ്റ്റർബൻസ് എന്നുള്ള രീതിയിൽ ലൈംഗിക ചിന്തയോടുകൂടി ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കുകയോ തങ്ങളുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത് ലൈംഗിക അതിക്രമമായിട്ട് കരുതപ്പെടുന്നു. സെക്ഷൻ 8 പറയുന്നത് തൊട്ടപ്പുറത്തെ സെക്ഷനിൽ എപ്പോഴും പറയുന്നത് അതിന്റെ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സെക്ഷൻ 7 പറയുന്നത് സെക്ഷൽ അസോൾട്ടിനെയാണ്. അപ്പൊ അത് തന്നെ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ പറയുന്നതാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഗൗരവകരമായിട്ടുള്ള ലൈംഗിക അതിക്രമം. മനസ്സിലായോ? അത് പറയുന്നത് സെക്ഷൻ 9 അപ്പൊ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോഴല്ലേ. അപ്പൊ ഗവൺമെന്റ് സ്ഥാപനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഒരു 9 മണി 10 മണിയാണെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ സെക്ഷൻ 9 നമുക്കൊന്ന് കണക്ട് ചെയ്യാം. സെക്ഷൻ 5 പരാമർശിക്കുന്ന ആൾക്കാർ, അതായത് അറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ കാരണം
ലൈംഗിക അതിക്രമം ഉണ്ടായാൽ അവയെ ഗൗരവമായിട്ടുള്ള ലൈംഗിക അതിക്രമമായിട്ട് കരുതപ്പെടുന്നു. ഇനി സെക്ഷൻ 10 പറയുന്ന നോക്കിയേ, സെക്ഷൻ 9 പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. മനസ്സിലായോ? സെക്ഷൻ 9 പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കേസ് കേട്ടോ, നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അവരൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഒരു സമയം 9-10 ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അതായത് ലൈംഗിക പീഡനം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം, അങ്ങനെയും പറയാം കേട്ടോ, സെക്ഷൽ ഹരാസ്മെന്റ്. അപ്പോ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് സെക്ഷൻ 11 പറയുന്നത്. ഒരാൾ ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതുന്ന സാഹചര്യം, അതാണ് സെക്ഷൻ 11 പറയുന്നത്. ലൈംഗിക ചിന്തയോട് കൂടിയ വാക്കുകളോ ശബ്ദമോ പുറപ്പെടുപ്പിക്കുകയോ വസ്തുക്കളോ ശരീരഭാഗങ്ങളോ പ്രദർശിപ്പിക്കുകയോ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ ഈ ഒരു സെക്ഷനിൽ വരുന്ന കേസാണ്. നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ പല പ്രാവശ്യം നിരന്തരമായിട്ട് ഒരു കുട്ടിയെ പിന്തുടരുകയോ ചെയ്താലും അത് ഏതിന്റെ കേസിൽ വരുന്നതാണ്? സെക്ഷൽ ഹരാസ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ മലയാളം ടേമും കൂടെ അറിഞ്ഞു വെച്ചേക്കുക, ലൈംഗിക പീഡനം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം. ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, ലൈംഗിക പീഡനം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം. അപ്പൊ ഏതാ വരുന്നത്? ലൈംഗിക ചിന്തയോട് കൂടിയിട്ടുള്ള വാക്കുകളോ ശബ്ദമോ പുറപ്പെടുപ്പിക്കുകയോ വസ്തുക്കളോ ശരീരഭാഗങ്ങളോ പ്രദർശിപ്പിക്കുകയോ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ നേരിട്ടോ ഡിജിറ്റൽ മാധ്യമമോ മുഖേന, നമ്മുടെ വാട്സപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, മുഖേന പല പ്രാവശ്യം നിരന്തരമായിട്ട് ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ചെയ്താൽ അത് സെക്ഷൻ 11 കീഴിലാണ് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 12 എന്തായിരിക്കും? അതിന്റെ കുറ്റം, അതിന്റെ പിഴയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ സെക്ഷൻ 12 പറയുന്നത് ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12. ഓക്കെ. ഇനി 3 വർഷം വരെ ആകാവുന്ന ലഘു അല്ലെങ്കിൽ കഠിന തടവ് ശിക്ഷയും കൂടാതെ പിഴയുമാണ് ഇതിൽ വരുന്നത് കേട്ടോ. സെക്ഷൻ 12 പറയുന്നത് 3 വർഷം വരെ ആകാവുന്ന ലഘു അല്ലെങ്കിൽ കഠിന തടവ് ശിക്ഷയും കൂടാതെ പിഴയുമാണ് സെക്ഷൻ 12 പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഓരോ സെക്ഷനിലും ഓരോ കാര്യം പറയും, പിന്നെ തൊട്ടടുത്ത സെക്ഷനിൽ അതിന്റെ പിഴയെക്കുറിച്ചും അതിന്റെ ശിക്ഷയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇനി സെക്ഷൻ 16 നമുക്ക് നോക്കാം. നമുക്കിതെല്ലാം നോക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്യാപ്സൂൾ ഫോമിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനി സെക്ഷൻ 16 പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 16. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, സെക്ഷൻ 22 ആണ്. വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 22. വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ. ഓക്കെ, ജസ്റ്റ് ഓർത്തു വയ്ക്കാം. സെക്ഷൻ 22 എന്ന് പറയുമ്പോൾ ഈ രണ്ടും വ്യാജമാണോ, ഒരേപോലെയാണോ, അല്ലെങ്കിൽ ഒരെണ്ണം ഫേക്ക് ആണോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. സെക്ഷൻ 22 എന്ന് പറയുമ്പോൾ വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 22. വ്യാജ പരാതി നൽകിയാൽ അയാളെ 6 മാസം വരെ തടവിനോ, അപ്പൊ എല്ലാത്തിനും ശിക്ഷയൊന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ, അയാൾ 6 മാസം വരെ തടവിനോ പിഴയ്ക്കോ രണ്ടിനും കൂടിയോ ശിക്ഷിക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ആയിട്ടുള്ള വ്യാജ പരാതി ലഭിച്ചത് എന്നാൽ 1 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് എതിരെയാണ് വ്യാജ പരാതി ലഭിച്ചതെങ്കിൽ 1 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ് കേട്ടോ. വ്യാജ പരാതിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു കുട്ടിയാണ് വ്യാജ പരാതി നൽകിയത് എങ്കിൽ ശിക്ഷയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. കുട്ടിയാണ് വ്യാജ പരാതി നൽകിയെങ്കിൽ അവിടെ ശിക്ഷയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇതിന്റെയൊക്കെ മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ തരത്തിലുള്ള പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 22 എന്ന് പറയുമ്പോൾ വ്യാജവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. രണ്ടും വ്യാജമാണോ എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി സെക്ഷൻ 23 ഉള്ള നടപടി ക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 23. അപ്പൊ 23 എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മാധ്യമം, നമ്മുടെ മീഡിയ എന്ന് പറയുമ്പോൾ എന്താ, മീഡിയ 24 ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ 24 അല്ല 23 ആണെന്ന് ഓർത്ത് വയ്ക്കാം. സെക്ഷൻ 23 മാധ്യമങ്ങൾക്കുള്ള നടപടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്നുള്ളത് ഓർക്കാം. ഓക്കെ, പൂർണ്ണവും ആധികാരികവും അല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളും ഒരു കുട്ടിയുടെ അഭിമാനത്തിന് സ്വകാര്യതയ്ക്കും കോട്ടം വരുത്തുന്നതുമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതാണ് സെക്ഷൻ 23 പറയുന്നത്. അപ്പൊ സെക്ഷൻ 23 എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു കുട്ടീനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ സെക്ഷൻ 23 കണക്ട് ചെയ്യാനായിട്ടുള്ള കോഡും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ എല്ലാ സെക്ഷനും ഒന്നും കൂടെ ഒന്ന് സ്പീഡിൽ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ സെക്ഷൻ 3 പറഞ്ഞു. അതിൽ പറയുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ കടന്നുകയറ്റം, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. പിന്നെ തൊട്ടടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 4(1).
എന്താ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നു പറഞ്ഞു. പിന്നെ സെക്ഷൻ 4(2) എന്ന് പറയുമ്പോൾ 16 വയസ്സിന് താഴെയാണെങ്കിൽ കുറച്ചും കൂടെ കൂടിയിട്ടുള്ള ശിക്ഷയാണ്. 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിന്നെ പിഴ ശിക്ഷയും ലഭിക്കും എന്നുള്ളത് പറഞ്ഞു. ഇനി സെക്ഷൻ 4(3) പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമല്ല, ഈ പ്രതിയിൽ നിന്നും ഈടാക്കിയിട്ടുള്ള പിഴത്തുകയുണ്ടല്ലോ, അത് ആക്രമണത്തിന് ഇരയായിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 4(3) പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷൻ 5 ആണ്. അത് ആലോചിക്കാനുള്ള കോഡ് പറഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കാനായിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കുന്ന ഒരു സമയം 5 മണിക്കാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതേ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളോ ഇവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 5 വരും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ഗൗരവമായിട്ടുള്ള ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം, അല്ലെ, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളും ഓക്കെ. അപ്പൊ സെക്ഷൻ 5 നമ്മൾ പറഞ്ഞു. അപ്പൊ സെക്ഷൻ 6 എന്തായിരിക്കും? അപ്പൊ അതിന്റെ പിഴയും അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയും കുറിച്ചാണ് സെക്ഷൻ 6(1) പറയുന്നത്. 20 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 6(2) പറയുന്നത് എന്താ? പ്രതിയിൽ നിന്ന് വാങ്ങുന്ന പൈസ ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ചികിത്സയ്ക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 6(2) പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെക്ഷൻ 7 പറയുന്നത് ലൈംഗിക ആക്രമണത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ലൈംഗിക ചിന്തയോടുകൂടി ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതൊക്കെ വരുന്നത് സെക്ഷൻ 7 അല്ലെ, സെക്ഷൻ അസോൾട്ട് ആണ് ലൈംഗിക ആക്രമണം. സെക്ഷൻ 8 പറയുന്നത് എന്താ? അതിന്റെ ഓരോ സെക്ഷനും പറയും. പിന്നെ പറയുന്നത് അതിന്റെ ശിക്ഷയെ കുറിച്ചാണ്, അല്ലെ. അപ്പൊ 3 വർഷം മുതൽ 5 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴ ശിക്ഷയൊക്കെ ലഭിക്കും എന്നുള്ളതാണ് സെക്ഷൻ 8 പറയുന്നത്. അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗൗരവകരമായിട്ടുള്ള ലൈംഗിക അതിക്രമം. ഓക്കെ, അതിനെ കുറിച്ചാണ് സെക്ഷൻ 9 പറയുന്നത്. അപ്പൊ ഇതേ കാര്യം കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സെക്ഷൻ 9 കേസിൽ വരും എന്നുള്ളത് പറഞ്ഞു. പിന്നെ സെക്ഷൻ 10 പറയുന്നത് അതിന്റെ ശിക്ഷയെ കുറിച്ചാണ്. 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെക്ഷൽ ഹരാസ്മെന്റ്, അപ്പൊ അതിന്റെ മലയാളം പറഞ്ഞു വെച്ചേക്കുക ലൈംഗിക പീഡനം, ലൈംഗിക അതിക്രമം. അത് സെക്ഷൻ 11 പറയുന്നത് ഒരാൾ ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് കേട്ടോ. ഓക്കെ, സെക്ഷൻ 12 പറയുന്നത് ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഓക്കെ, ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12. അതിന്റെ 3 വർഷം വരെ ലഭിക്കാവുന്ന കഠിന തടവും ശിക്ഷയും കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 16 പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. 16 പ്രേരിപ്പിക്കുക, അല്ലെ, 16 പ്രേരിപ്പിക്കുകയാണ്. ഇനി 22 നമ്മൾ പറഞ്ഞു വ്യാജമായിട്ടുള്ളത്, അല്ലെ, വ്യാജ വിവരങ്ങൾ കൊടുക്കുന്നതും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ 23 എന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയ 24 എന്നുള്ള രീതിയിൽ ഒന്ന് കുറച്ച് ഓർത്തു വയ്ക്കാം. സെക്ഷൻ 23 മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 23. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്ക് എതിരായ തെറ്റായിട്ടുള്ള പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും? 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 3 വർഷം തടവ്. നമ്മൾ പറഞ്ഞില്ലേ 3 വർഷം മുതൽ 5 വർഷം വരെയാണ് തടവ്. അപ്പൊ അതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 3 വർഷമാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇനി പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണം എന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമണം ചെയ്തു എന്നുള്ള കള്ളപ്പരാതി നൽകുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? 6 മാസം തടവ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു? ലൈംഗിക പീഡനം. ഏതാണ്? ലൈംഗിക പീഡനം. ഓക്കെ, ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത ഭാര്യഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ ശിക്ഷ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷ. നമ്മൾ പറഞ്ഞു 3 to 5 years, അല്ലെ. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിന് ഇരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ആൻസർ വരുന്നത് സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ,
പണ ആശ്വാസം. അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ ആയിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? അപ്പൊ ഇതിന്റെ മാക്സിമം ശിക്ഷയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഗാർഹിക അതിക്രമത്തിന്റെ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോ ഗാർഹിക ആക്രമണത്തിന്റെ നിർവചനം അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതിന്റെ മീനിങ് ഒക്കെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരിക കേട്ടോ. അപ്പൊ മാനസികവും ശാരീരികവുമായിട്ട് പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, അത് കറക്റ്റ് ആണ്. സ്ത്രീധനം തേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, അതും കറക്റ്റ് ആണ്. സാമ്പത്തിക ചൂഷണം, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? മാനസികവും ശാരീരികവുമായിട്ട് പരാതിക്കാരി ആയ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. ഓക്കെ. അപ്പൊ ഇതായിരുന്നു അടുത്ത ചോദ്യം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മജിസ്ട്രേറ്റിനാണ് കേട്ടോ, മജിസ്ട്രേറ്റിനാണ്. ഇതൊക്കെയാണ് ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുകൾ നോക്കാം. ഓക്കെ. ആദ്യത്തെ പോയിന്റ്, ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള വർഷം. അത് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർഷമാണ്? 2005 ആണ്. ഓക്കെ, 2005. അപ്പൊ ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ തന്നെ അടിക്കുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കാലോ അല്ലെ. 5 വിരലൊക്കെ വെച്ചിട്ട് അടിക്കുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കാം. 2005 ആണെന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നിട്ടുള്ള വർഷം 2006 ഒക്ടോബർ 26. 2006 ഒക്ടോബർ 26 അല്ലെ, അടുത്ത വർഷമാണത് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. 2005 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷെ നിലവിൽ വന്നിട്ടുള്ളത് തൊട്ടടുത്ത വർഷമാണ് 2006. ഇവിടെയും ഒരു 6 ഉണ്ട് അല്ലെ. ഒക്ടോബർ 26 ഈ ഒരു ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ടൈമിലെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. അതേസമയം പ്രൈം മിനിസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. മൻമോഹൻ സിംഗ് ആണ്. ആ കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കുക. ഇനി കുടുംബത്തിലെ ഏതൊരു മുതിർന്ന അംഗത്തിൽ നിന്നും ഒരു സ്ത്രീക്ക് നേരെ അവരുടെ സുരക്ഷയ്ക്കും ജീവനും ഭീഷണി ഉണ്ടാകുന്നതിനെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി. ഇതിന്റെ മീനിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ശാരീരികമായും ലൈംഗികവുമായുള്ള ചൂഷണം, മാനസികമായിട്ടുള്ള ചൂഷണം, സാമ്പത്തികമായിട്ടുള്ള ചൂഷണം എന്നിവ ഇതിൽ പെടുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് ഇതിനെ കുറിച്ച് ഗാർഹിക പീഡനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാ വരുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ചൂഷണം വരുന്നത്? ശാരീരികമായും ലൈംഗികമായും മാനസികമായും സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അല്ലെ. നമുക്ക് ആലോചിച്ച് തന്നെ കിട്ടും. ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ചൂഷണമാണ് ഇതിൽ പെടുന്നത്. ഇനി ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടിയായി പരിഗണിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെ അല്ലെ. നമ്മൾ പോക്സോ ആക്ടിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ പറയാം. ഈ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും സെക്ഷൻ 8(1) അനുസരിച്ച് പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നു. അപ്പൊ നമുക്ക് ഇതേപോലത്തെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആരെ സമീപിക്കാം? പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നു അല്ലെ. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നമുക്ക് സമീപിക്കാം. പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നമുക്ക് സമീപിക്കാം. ഇനി ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പ്രധാന ഗുണഭോക്താക്കൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെയാണ് ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കൾ? സ്ത്രീകളും കുട്ടികളും കേട്ടോ. ഇനി ഈ നിയമം അനുസരിച്ച് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 30 ദിവസത്തിനകം ഇത് സമർപ്പിക്കണം. അപ്പൊ ഈ നിയമം അനുസരിച്ചിട്ട് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി ചോദിക്കുകയാണെങ്കിൽ എത്ര ദിവസമാണ്? 30 ദിവസം. ഓക്കെ, 30 ദിവസം. ഇനി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ ഇതിന്റെ നിർവചനത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ നിർവചനത്തെ കുറിച്ച് നോക്കാം. അപ്പൊ അതിനകത്ത് വകുപ്പ് 2A, വകുപ്പുകളായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിന്റെ നിർവചനം പറയുന്നത്. വകുപ്പ് 2A പറയുന്ന പരാതിക്കാരിയെ കുറിച്ചാണ്. എതിർ കക്ഷിയുമായിട്ട് ഗാർഹിക ബന്ധമുള്ളതോ, അതായത് ഒരേ വീട്ടിൽ താമസിക്കുന്നതോ അല്ലെങ്കിൽ എതിർ കക്ഷിയുമായിട്ട് ഗാർഹിക ബന്ധമുള്ളതോ ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള എതിർ കക്ഷിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക അതിക്രമത്തിന് ഇരയായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്ത്രീയെയാണ് ഇതിനകത്ത് പരാതിക്കാരിയായിട്ട് പറയുന്നത്. മനസ്സിലായോ? അതായത് എതിർകക്ഷിയുമായിട്ട് ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ഒരു സ്ത്രീയോ അല്ലെങ്കിൽ മുമ്പ് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ പരാതിക്കാരിയായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി വകുപ്പ് 2F എന്താണ് പറയണെന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് 2A ആണ്. ഇനി വകുപ്പ് 2F
ഈ 2F പറയുന്നത് ഗാർഹിക ബന്ധത്തെ കുറിച്ചാണ്. ഗാർഹിക ബന്ധം. അപ്പൊ നമുക്ക് ഈ ഗാർഹിക ബന്ധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ 2F ആണ് ഫാമിലി ബന്ധം അല്ലെ, ഗാർഹിക ബന്ധത്തെ കുറിച്ച് പറയുന്നത്. ഇനി അതിലെന്താ പറയുന്നേ, ഒരു വീട്ടിൽ ഒരുമിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ താമസിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ രക്തബന്ധം വഴിയോ വിവാഹത്തെ തുടർന്നോ വിവാഹം പോലെയുള്ള ബന്ധത്തെ തുടർന്നോ ലിവിങ് ടുഗദർ ഒക്കെ കേട്ടോ, പിന്നെ ദത്തെടുത്തതിനെ തുടർന്നോ കൂട്ടുകുടുംബങ്ങളായിട്ടൊക്കെ ജീവിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. ഇതൊക്കെയാണ് ഗാർഹിക ബന്ധത്തിന്റെ ഒരു ഡെഫിനേഷൻ പോലെ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ് വരുന്നത്, ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ആൾക്കാര്, അല്ലെങ്കിൽ രക്തബന്ധം വഴി ഉള്ള ആൾക്കാര്, പിന്നെ ലിവിങ് ടുഗദർ വഴി വന്നിട്ടുള്ളത്, ദത്തെടുത്തതിനെ തുടർന്ന് വന്നിട്ടുള്ളത്, പിന്നെ ജോയിന്റ് ഫാമിലി പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകുടുംബങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഗാർഹിക ബന്ധത്തിന്റെ കീഴിൽ വരുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വകുപ്പ് 2Q ആണ്. വകുപ്പ് 2Qൽ എന്താണ് പറയുന്നത് നോക്കാം. എതിർകക്ഷിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആരെവിടെ എതിർകക്ഷി എന്ന് പറഞ്ഞാല് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുവിനെതിരെയും ഈ പറഞ്ഞ പോലെ പരാതി നൽകാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, വകുപ്പ് 2Q. അപ്പൊ ക്യൂല് കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കണമെന്ന് ഓർക്കാം. ആരൊക്കെയാ, ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കള്, ഇവർക്കെതിരെയൊക്കെ പരാതി നൽകാം എന്നുള്ളതാണ് വകുപ്പ് 2Qല് പറയുന്നത്. ഇനി വകുപ്പ് 2S എന്താ പറയുന്നത്, പങ്കുവാർത്ത വീടിനെ കുറിച്ചാണ്. ഓക്കെ, പങ്കുപാർത്തിട്ടുള്ള വീടിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പരാതിക്കാരി ഒറ്റയ്ക്കോ എതിർകക്ഷിയോടൊപ്പമോ ഗാർഹിക ബന്ധപ്രകാരം ജീവിക്കുന്നതോ എന്നെങ്കിലും ജീവിച്ചതോ ആയിട്ടുള്ള വീട്, ആ ഒരു വീടിനെ കുറിച്ചാണ് വകുപ്പ് 2S പറയുന്നത്. അപ്പൊ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് എന്ന് പറയും അല്ലെ, അങ്ങനെ ഓർത്തു വയ്ക്കാം. അപ്പൊ വകുപ്പ് 2S പറയുന്നത് എന്താ, പങ്കുവാർത്ത വീടിനെ കുറിച്ചാണ്. ഓക്കെ, ഒരുമിച്ച് താമസിച്ചിട്ടുള്ള വീടിനെ കുറിച്ചാണ്. വകുപ്പ് 2Q എന്താ പറയുന്നത്, ഭർത്താവിനെതിരെയായിട്ട് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുവിനെതിരെയായിട്ടും പരാതി നൽകാം അല്ലെ. പിന്നെ വകുപ്പ് 2Fൽ എന്താ പറയുന്നത്, എഫ് എന്ന് പറയുമ്പോൾ ഗാർഹിക ബന്ധം ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ 2A എന്ന് പറയുന്ന പരാതിക്കാരി. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ. ഇതൊക്കെയാണ് ഇതിന്റെ നിർവചനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ അതനുസരിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് ബബിൾ ചെയ്യാം. ഇനി അടുത്ത് നോക്കാം. സ്ത്രീധനത്തിനോ സ്വത്തിനോ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ആവശ്യം സാധിക്കുന്നതിനോ പരാതിക്കാരിയെയോ അവരുമായിട്ട് ബന്ധമുള്ള മറ്റാരെങ്കിലുമോ എതിർകക്ഷി നിർബന്ധിക്കുകയോ പീഡിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്യുന്നതും പരാതിക്കാരിയെ ശാരീരികമോ മാനസികമോ ആയി മുറിവേൽപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതും ഗാർഹിക അതിക്രമമായി കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെ കേസാ, സ്ത്രീധനത്തിന്റെ കേസൊക്കെ ഇതിനകത്ത് വരും. സ്ത്രീധനത്തിനോ സ്വത്തിനോ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ആവശ്യം സാധിക്കുന്നതിനോ അതേപോലെ തന്നെ പരാതിക്കാരിയോ അവരുമായിട്ട് ബന്ധമുള്ള മറ്റാരെങ്കിലും കേട്ടോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പരാതിക്കാരി മാത്രമല്ല, അവരുമായിട്ട് ബന്ധമുള്ള മറ്റാരെങ്കിലുമോ എതിർകക്ഷി നിർബന്ധിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് ഗാർഹിക അതിക്രമത്തിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള പീഡനം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ശാരീരിക പീഡനമുണ്ട്, ലൈംഗിക പീഡനമുണ്ട്, അതേപോലെ തന്നെ വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനമുണ്ട് അല്ലെ, പിന്നെ സാമ്പത്തിക പീഡനം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ ജസ്റ്റ് എന്താന്നുള്ളത് വെറുതെ ഒന്ന് കേട്ടുപോവാ. അപ്പൊ ശാരീരിക പീഡനം എന്ന് പറഞ്ഞാല് പരാതിക്കാരിക്ക് ശാരീരിക വേദനയോ ഉപദ്രവമോ അവളുടെ ജീവനോ അവയവത്തിനോ ആരോഗ്യത്തിനോ അപകടമാകുന്ന ഏത് തരം പ്രവൃത്തിയും ഈ പറഞ്ഞിട്ടുള്ള ശാരീരിക പീഡനത്തിന്റെ കേസിൽ വരുന്നതാണ്. നമുക്കത് വായിച്ചു തന്നെ അറിയാൻ പറ്റും അല്ലെ. പിന്നെ ലൈംഗിക പീഡനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്, ലൈംഗിക സ്വഭാവമുള്ള അംഗവിക്ഷേപം, അപമാനിക്കൽ, സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്ന ഏതൊരു തരത്തിലുള്ള പ്രവൃത്തിയും ഈ പറഞ്ഞ പോലെ ലൈംഗിക പീഡനത്തിന്റെ കേസിൽ വരും. ഇതൊക്കെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഇനി വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനത്തിൽ നാണം കെടുത്തൽ, ഇരട്ടപ്പേര് വിളിക്കൽ, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. നാണം കെടുത്തൽ, ഇരട്ടപ്പേര് വിളിക്കൽ, പിന്നെന്താ കുഞ്ഞില്ലാത്തതിന്റെയോ ആൺകുഞ്ഞില്ലാത്തതിന്റെയോ പേരിൽ അധിക്ഷേപിക്കൽ, പരാതിക്കാരിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ ഉപദ്രവിക്കുമെന്ന ഭീഷണി, ഇതൊക്കെ ഇതിന്റെ കേസിൽ വരുന്നതാണ്. ഏതിന്റെ കേസിൽ, വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനം. ഓക്കെ, അപ്പൊ ലൈംഗിക പീഡനം നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ശാരീരിക പീഡനം, വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനം. അപ്പൊ അതായത് മെയിൻ ആയിട്ട് ഇങ്ങനെ നാണം കെടുത്തുന്ന കാര്യങ്ങളും ഇരട്ടപ്പേര് വിളിക്കുന്നതും പിന്നെ കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ ഹരാസ് ചെയ്യുന്നതും ആൺകുഞ്ഞില്ലാത്തതിന്റെ പേരിലൊക്കെ പറയുന്നതും ഒക്കെ ഈ ഒരു കേസിൽ വരുന്നതാണ്. ഇനി സാമ്പത്തിക പീഡനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം അല്ലെ, എന്തൊക്കെ ഉണ്ടാവും, മിക്കവാറും സ്ത്രീധനത്തിന്റെ കേസ് ഉണ്ടാവും അല്ലെ. അപ്പൊ സ്ത്രീധനമോ അതേപോലെ തന്നെ സ്വത്തോ ജീവനാംശമോ പിന്നെ അവർ പങ്കു പാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാകുന്ന തടയുക, അന്യാധീനപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ എക്സാമ്പിളുകളായിട്ട് വരുന്ന കേസുകളാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പീഡനങ്ങൾ വരുന്നത്, ശാരീരിക പീഡനം, ലൈംഗിക പീഡനം, വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനം, സാമ്പത്തിക പീഡനം. സെറ്റ് അല്ലേ. ഇനി ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പരാതി സമർപ്പിക്കേണ്ടത്
ആർക്കാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 പേർക്ക് പരാതി കൊടുക്കാം. അപ്പോൾ ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സംരക്ഷണ ഉദ്യോഗസ്ഥയ്ക്ക്, അല്ലെങ്കിൽ സേവനദാതാക്കൾക്ക്, അല്ലെങ്കിൽ പോലീസിന്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. സംരക്ഷണ ഉദ്യോഗസ്ഥ, സേവനദാതാക്കള്, പോലീസ്, മജിസ്ട്രേറ്റ്. അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചേക്കണം 4 പേരുടെ ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കണം. ചിലപ്പോൾ വേണമെങ്കിൽ ഇതേപോലെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇവയെല്ലാം അല്ലെങ്കിൽ ഒരെണ്ണം തെറ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫീസറിനെ ബന്ധപ്പെടാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യതകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫീസർമാർ സർക്കാർ ഉദ്യോഗസ്ഥരോ സന്നദ്ധ സംഘടനാ പ്രതിനിധികളോ ആകാം. എന്നാൽ വനിതകൾക്ക് മുൻഗണന നൽകണം. ഓക്കെ, സ്ത്രീകൾക്ക് മുൻഗണന നൽകണം. മനസ്സിലായല്ലോ. സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫീസർമാർ സർക്കാർ ഉദ്യോഗസ്ഥരോ സന്നദ്ധ സംഘടനാ പ്രതിനിധികളോ ആകാം. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസർ ആയിട്ട് നിയമിക്കപ്പെടുന്ന ആൾക്ക് സാമൂഹ്യ രംഗത്ത് കുറഞ്ഞത് 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. എത്ര വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം? 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി കുറഞ്ഞത് 3 വർഷം ആയിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ എന്താ പറയാ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ടു പോവാ. ഇനി അടുത്തത് ഈ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതെല്ലാം ബൈഹാർട്ട് പഠിക്കാനല്ല കേട്ടോ. ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് പോയിന്റ് നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മജിസ്ട്രേറ്റിനെ സഹായിക്കുക. അപ്പൊ മെയിൻ ആയിട്ട് മജിസ്ട്രേറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ്. പരാതിക്കാരി ആഗ്രഹിക്കുന്നുവെങ്കിൽ പരാതി തയ്യാറാക്കുന്നതിന് സഹായിക്കുക. അപ്പൊ പരാതിക്കാരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവരെ സഹായിക്കുക കേട്ടോ. ഇനി പരാതിക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള പരാതി അനുസരിച്ച് നിശ്ചിത ഫോറത്തിൽ ഡൊമസ്റ്റിക് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ DIR വേണമെങ്കിൽ ചോദിക്കാം എന്താ DIR എന്ന് കേട്ടോ. എന്താ ഡൊമസ്റ്റിക് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് സമർപ്പിക്കുകയും പകർപ്പുകൾ അതിന്റെ കോപ്പീസ് പോലീസ് ഉദ്യോഗസ്ഥൻ, സർവീസ് പ്രൊവൈഡർ എന്നിവർക്ക് നൽകുകയും ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ? ഒന്ന് മജിസ്ട്രേറ്റിനെ സഹായിക്കുക എന്ന് പറഞ്ഞു. ഇനി പരാതിക്കാരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയും സഹായിക്കുക. പരാതിക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള പരാതി അനുസരിച്ച് നിശ്ചിത ഫോറത്തിൽ ഡൊമസ്റ്റിക് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അല്ലെ. ആ റിപ്പോർട്ടിന്റെ പേരെന്താ? ഡൊമസ്റ്റിക് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് സമർപ്പിക്കുകയും അതിന്റെ കോപ്പീസ് ആർക്കൊക്കെ കൊടുക്കണം? അത് പോലീസിനും അതേപോലെ തന്നെ സർവീസ് പ്രൊവൈഡർക്കും കൊടുക്കണം അല്ലെ. പിന്നെ പ്രൊട്ടക്ഷൻ ഉത്തരവ് ലഭിക്കുന്നതിന് പരാതിക്കാരുടെ ആവശ്യപ്രകാരം നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുക. ഓക്കെ, പ്രൊട്ടക്ഷൻ ഉത്തരവ് ലഭിക്കുന്നതിന് പരാതിക്കാരിയുടെ ആവശ്യപ്രകാരം നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കിയിട്ട് മജിസ്ട്രേറ്റിന് നൽകുക. ശാരീരിക ക്ഷതമുണ്ടെങ്കിൽ വൈദ്യ പരിശോധനയ്ക്ക് സംവിധാനം ഒരുക്കൽ അല്ലെ. ഇതേപോലെയുള്ള ഗാർഹിക പീഡനം ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ശാരീരിക ക്ഷതമുണ്ടെങ്കിൽ അവരെ വൈദ്യ പരിശോധനയ്ക്ക് സംവിധാനം ഒരുക്കി കൊടുക്കണം. അതേപോലെ തന്നെ ആവശ്യമെങ്കിൽ സുരക്ഷാ ഭവനങ്ങളിൽ താമസം ഏർപ്പാടാക്കണം അല്ലെ. ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ സുരക്ഷാ ഭവനങ്ങൾ ഏർപ്പെടുത്തണം. പിന്നെ സാമ്പത്തിക സഹായം ലഭ്യമാക്കുക. ഇതൊക്കെ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ചുമതലകളിൽ പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസർമാർ മജിസ്ട്രേറ്റിന്റെയോ സർക്കാരിന്റെയോ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കണം. അപ്പൊ ആരുടെയൊക്കെ നിയന്ത്രണത്തിലായിരിക്കണം? പ്രൊട്ടക്ഷൻ ഓഫീസർമാർ മജിസ്ട്രേറ്റിന്റെയോ സർക്കാരിന്റെയോ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ പോയിന്റ്സുകളൊക്കെ ക്ലിയർ ആണല്ലോ. മജിസ്ട്രേറ്റിനെ സഹായിക്കുക, പരാതിക്കാരിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക, പിന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലെ. അതിന്റെ പേരെന്താ? ഡൊമസ്റ്റിക് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ടാണ്. അതിന്റെ കോപ്പീസ് ആർക്ക് കൊടുക്കണം? പോലീസിനും അതേപോലെ തന്നെ സർവീസ് പ്രൊവൈഡർക്ക് കൊടുക്കണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഉത്തരവ് ലഭിക്കുന്നതിന് പരാതിക്കാരുടെ ആവശ്യപ്രകാരം നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കിയിട്ട് മജിസ്ട്രേറ്റിന് നൽകുക. ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ സുരക്ഷാ ഭവനുകൾ ഏർപ്പെടുത്തുക, സാമ്പത്തിക സഹായം ലഭ്യമാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി നിയമപ്രകാരം കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ള? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണുള്ളത് കേട്ടോ. അപ്പൊ നിയമപ്രകാരം കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? ജുഡീഷ്യലിന്, അതായത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണ് ഉള്ള എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഇനി കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിന് ഇരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാവും? അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? സംരക്ഷണ ഉത്തരവുകൾ അല്ലെ, സംരക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞു. താമസ സൗകര്യം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞില്ല. അപ്പൊ താമസ ഉത്തരവുകൾ,
പണാശ്വാസം അല്ലെ, മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഈ ഒരു തരത്തിലൊക്കെയാണ് എക്സാമിന് ചോദിക്കുക കേട്ടോ. അപ്പൊ സംരക്ഷണ ഉത്തരവുകൾ, താമസ സൗകര്യം ഉത്തരവുകൾ, സാമ്പത്തിക പരിഹാരം, നഷ്ടപരിഹാരം, കസ്റ്റഡി ഉത്തരവുകൾ, ഇതെല്ലാമാണ് അതിന്റെ എക്സാമ്പിളുകളായിട്ട് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് വകുപ്പ് 18 ആണ്. വകുപ്പ് 18ൽ എന്താ പറയണെന്നുള്ളത് നോക്കാം. കുറച്ച് വകുപ്പുകളാണ്, വളരെ സിമ്പിൾ ആണ് കേട്ടോ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അപ്പൊ വകുപ്പ് 18ൽ പറയുന്നത് സംരക്ഷണ ഉത്തരവാണ്. സംരക്ഷണ ഉത്തരവ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറെ ഉത്തരവ് പറഞ്ഞില്ലേ, അതിലെ സംരക്ഷണ ഉത്തരവ്. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, സംരക്ഷണ ഉത്തരവ് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 18 ആണ്. സംരക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് എസ് പോലെ ഓർക്കാം അല്ലെ, സംരക്ഷണം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ. അപ്പൊ എസ് പോലെ അതൊന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 8 ആയിട്ട് കിട്ടില്ലേ. അപ്പൊ സംരക്ഷണ ഉത്തരവ് പറയുന്ന വകുപ്പ് 18ലാണ്. ഇതിൽ എന്താ പറയണെന്നുള്ളത് നോക്കാം. ഇതിൽ പറയുന്നത് ഇരു കക്ഷികളുടെയും ഭാഗം കേട്ട ശേഷം ഗാർഹിക പീഡനം നടന്നുവെന്നോ നടക്കാൻ സാധ്യതയുണ്ടെന്നോ പ്രഥമ ദൃഷ്ട്യാ ബോധപ്പെടുന്ന പക്ഷം മജിസ്ട്രേറ്റിന് പരാതിക്കാരിക്ക് അനുകൂലമായും എതിർകക്ഷിക്ക് എതിരായും വിവിധ സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ അതിക്രമം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുകൾ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, കേട്ടുപോയാൽ മതി. അപ്പൊ വകുപ്പ് 18ൽ പറയണ മെയിൻ ആയിട്ട് സംരക്ഷണത്തെ കുറിച്ചാണ് അല്ലെ, സംരക്ഷണ ഉത്തരവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു പോയിന്റ് ആണ്, ഗാർഹിക പീഡനത്തിന് ഇരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിലക്കാം. അതേപോലെ തന്നെ ഇരയായവരായിട്ട് നേരിട്ടോ തപാൽ ഫോൺ മുതലായ മാധ്യമങ്ങൾ വഴിയോ ആശയവിനിമയം നടത്തുകയോ അങ്ങനെ ഉണ്ടെങ്കിലും വിലക്കാം. അതായത് ഇവരെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവരുടെ ഫുൾ സംരക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വകുപ്പ് 18ൽ സംരക്ഷണമാണല്ലോ. അപ്പം ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഒന്നും ഇവരെ എന്താ പറയാ, ഇവരെ ഉപദ്രവിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഫോൺ വഴിയോ ഇവരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗാർഹിക അതിക്രമങ്ങൾക്കിരയായവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർ കക്ഷികളെ ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന ആൾക്കാരെ ആക്രമിക്കുക, അതൊക്കെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ കോടതിക്ക് ഇവരെ വിലക്കാം കേട്ടോ. ആ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 18ൽ പറയുന്നത്. സംരക്ഷണ ഉത്തരവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 19 ആണ്, വകുപ്പ് 19, താമസ സൗകര്യ ഉത്തരവ്. അപ്പൊ താമസ സൗകര്യത്തെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 19 ആണ്. സെക്ഷൻ 19. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. പരാതിക്കാരിക്ക് നിയമപരമായിട്ട് അവകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർ കക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരുമിച്ച് താമസിച്ച വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ എതിർ കക്ഷിയോട് നിർദ്ദേശിക്കുക ഇതൊരു സ്ത്രീക്കെതിരെ പുറപ്പെടുവിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുമിച്ച് താമസിച്ച വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ എതിർ കക്ഷിയോട് നിർദ്ദേശിക്കുക ഇതൊരു സ്ത്രീക്കെതിരെ പുറപ്പെടുവിക്കാൻ പാടില്ല കേട്ടോ. ഇനി പരാതിക്കാരിക്ക് നിയമപരമായിട്ട് അവകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നിച്ച് താമസിച്ച ഭവനത്തിൽ നിന്നും ഒഴിപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നതിൽ നിന്നും എതിർ കക്ഷിയെ തടയുക. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് എന്താ, ഒന്നിച്ച് താമസിച്ച വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും ഇപ്പൊ എതിർകക്ഷിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരെയൊക്കെ തടയുകയോ പങ്കുവാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനും കഴിയും എന്നുള്ള കാര്യമാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പങ്കുവാർത്ത വീട്ടിൽ താമസിപ്പിക്കൽ അസാധ്യമെങ്കിൽ അതേ നിലവാരത്തിലുള്ള മറ്റു താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതിനോ അതിനായുള്ള വാടക വീട് റെഡിയാക്കി കൊടുക്കുന്ന കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ്. ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അതേ നിലവാരത്തിലുള്ള ഒരു വീട്, ഒരു റെന്റ് ഹൗസ് എടുത്തിട്ട് അവരെ താമസിപ്പിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകളാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 19ൽ പറയുന്നത് താമസ സൗകര്യ ഉത്തരവിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വകുപ്പ് 18നെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, വകുപ്പ് 18നെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു, സംരക്ഷണ ഉത്തരവാണ്. ഇനി വകുപ്പ് 19ൽ പറയുന്നത് താമസ സൗകര്യ ഉത്തരവിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് തന്നെയായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ വരെയുള്ള പിഴയോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ ശിക്ഷ നൽകുവാൻ കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ ഇതൊക്കെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ എന്താ വരുന്നത്? 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ വരെയുള്ള പിഴയോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ ശിക്ഷ നൽകുവാൻ കോടതിക്ക് അധികാരമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഹിക പീഡനവുമായിട്ട് അല്ലെങ്കിൽ ഗാർഹിക പീഡന നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഞാൻ ഒരുപാട് വലിച്ചു വാരിയൊന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നിർവചനം നോക്കുക, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർക്കൊക്കെയാണ് നമുക്കിത് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയൊക്കെ
സമീപിക്കാം എന്നുള്ള കാര്യം നോക്കുക അല്ലെ. അതേപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്ന് ഓടിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞുള്ള 2 സെക്ഷന്റെ കാര്യം പറഞ്ഞു. സെക്ഷൻ 18 അതേപോലെ തന്നെ വകുപ്പ് 19 നമ്മൾ പറഞ്ഞു അല്ലെ. ഹരിത വിപ്ലവമാണ് കേട്ടോ. അതേപോലെ തന്നെ 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ഏത് നോക്കുകയാണെങ്കിലും ഹരിത വിപ്ലവം അതിനകത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഹരിത വിപ്ലവം എത്രയും പെട്ടെന്ന് തന്നെ സ്പീഡിൽ കവർ ചെയ്യാം. അതേപോലെ തന്നെ NCERT-യിൽ നിന്നുള്ള അതേപോലെയുള്ള ലൈനുകളാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ഓടിച്ചു നോക്കാം. അതിനുശേഷം NCERT-യിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് MS സ്വാമിനാഥനാണ്. ആരാണ്? MS സ്വാമിനാഥൻ. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ് അല്ലെ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടമാണ്. അപ്പൊ എന്തായാലും ഒരു വർധനവ് ഉണ്ടാവും അല്ലെ, ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ് ശരിയാണ്. വരുമാന വർധനവ് ശരിയാണ്. ഗ്രാമീണ അസമത്വം അത് നമ്മൾ നേട്ടായിട്ട് പറയുന്ന ഒരു കാര്യമല്ല അല്ലെ, കോട്ടം വേണയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു പോയിന്റ് ആണ് ഗ്രാമീണ അസമത്വം. തൊഴിൽ വർധനവ് അത് കറക്റ്റ് ആണ് അല്ലെ. അപ്പോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി, ഗ്രാമീണ അസമത്വം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു അല്ലെ, വൻ വർധനവ് സൃഷ്ടിച്ചു ശരിയാണ്. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇതൊക്കെ NCERT-യിൽ അതേപോലെ തന്നെ കൊടുത്തേക്കുന്ന പോയിന്റുകളാണ് കേട്ടോ, കറക്റ്റ് ആണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. അതും കറക്റ്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. തെറ്റാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ 4 ആണ് തെറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്, പ്രസ്താവന 4 ശരിയല്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കേട്ടോ. അപ്പൊ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, അത് ഫലമായിട്ട് വരുന്ന ഒരു കേസാണ് അല്ലെ, അതിന്റെ മെറിറ്റ് ആയിട്ട് വരുന്ന ഒരു കേസാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, അതും പോസിറ്റീവ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാർഷിക ഉൽപാദന ക്ഷമത വർദ്ധിച്ചു, അതും ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു അല്ലെ, അത് ഇതിന്റെ ഫലമായിട്ട് പറയുന്ന കേസാണോ? അല്ല അല്ലെ. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ NCERT-യിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സുകൾ ഒന്ന് സ്പീഡിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് NCERT ക്ലാസ് 11ത്തെ എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിലത്തെ ലൈൻസ് അതേപോലൊക്കെ തന്നെയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. നോക്കാം. ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യ സമയത്ത് രാജ്യത്തിലെ 75% ജനങ്ങളും കൃഷിയെയാണ് ആശ്രയിച്ചിരുന്നത്. ഭൂരിഭാഗം കർഷകരും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താലും കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു. പണ്ടത്തെ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ കൃഷി പ്രധാനമായും മൺസൂണിനെ ആശ്രയിച്ചിട്ടുള്ളതായിരുന്നു. ജലസേചന സൗകര്യമൊക്കെ വളരെ കുറവായിരുന്നു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നോക്കാം. ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള വൻ വർധനവിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം? ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള വൻ വർധനവിനെ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള അളവിൽ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയും സ്ഥിരമായ ജലസേചനവും ആവശ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ ആവശ്യമുണ്ട്? എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? കറക്റ്റ് അളവിൽ അല്ലെ, ഏതെങ്കിലും ഒരു അളവിൽ കൊടുത്തിട്ട് കാര്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവിൽ രാസവളങ്ങൾ, കീടനാശിനികൾ, അതേപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ജലസേചനവും ആവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു പുറമെ നിവേശം എന്ന് പറഞ്ഞാൽ ഇൻപുട്സ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള അനുപാതത്തിലൊക്കെ നമ്മൾ ഇൻപുട്സ് ഒക്കെ കൊടുക്കണം അല്ലെ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ, അതായത് 1960ന്റെ പകുതി മുതൽ 1970ന്റെ പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരിമിതപ്പെട്ടു. ഒന്ന് ഓർത്തു വെച്ചേക്കണേ. വേണമെങ്കിൽ പ്രസ്താവനത്തിലുള്ള ചോദ്യം ചോദിക്കാം. ഏതൊക്കെയാണ്? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പാറ്റേൺ ഓർത്താൽ മതി കേട്ടോ. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരിമിതപ്പെട്ടു. അതിലുപരി അത്യുൽപാദന ശേഷി
ഉള്ള വിത്തിനങ്ങൾ കൂടുതൽ നേട്ടമാക്കിയത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അത്യുൽപാദന വിത്തിനങ്ങൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് ഏത് കാലഘട്ടത്തില്? ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് കൃഷി ചെയ്യുമ്പോഴായിരുന്നു കേട്ടോ. ഇനി ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? 1970ന്റെ പകുതി മുതൽ 1980ന്റെ പകുതി വരെ അല്ലെ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു. അപ്പൊ ആദ്യം വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആണെങ്കിൽ പിന്നെ അത് വ്യാപകമായിട്ട് വന്നു അല്ലെ? മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപകമായിട്ട് വന്നു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചതാണ് അല്ലെ? അപ്പൊ ഇന്ത്യയെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി കേട്ടോ. അതിന്റെ ഒരു മെറിറ്റ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ്. നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായിട്ട് നാം അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ ദയയ്ക്ക് വേണ്ടി ഇനി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വളർച്ച പ്രാധാന്യം അർഹിക്കുന്നതാണ് അല്ലെ? അപ്പൊ ഉൽപ്പന്നങ്ങളുടെ വളർച്ച പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ അത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനത്തിൽ അത്രയ്ക്കൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നേരെ മറിച്ച് വർദ്ധിച്ച കാർഷിക ഉൽപാദനത്തിന്റെ ഏറിയ പങ്കും വിപണികളിൽ വിറ്റഴിക്കപ്പെട്ടാൽ അതിന് ദേശീയ വരുമാന കണക്കിൽ വർധനവുണ്ടാവും അല്ലെ? ഇനി കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗം കമ്പോള മിച്ചം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം. കമ്പോള മിച്ചം എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ മാർക്കറ്റഡ് സർപ്ലസ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിച്ച അരിയുടെയും ഗോതമ്പിന്റെയും നല്ലൊരു ഭാഗം കർഷകർ വിപണിയിൽ വിറ്റു. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഏതായിരുന്നു കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗോതമ്പാണ് അല്ലെ? രണ്ടാം ഘട്ടത്തിൽ ചോദിക്കുകയാണെങ്കിൽ അരിയായിരുന്നു. ഇനി അടുത്ത് നോക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഹരിത വിപ്ലവം രാഷ്ട്രീയത്തിന് വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിലും അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം ഹരിത വിപ്ലവം രാഷ്ട്രത്തിന് വലിയ നേട്ടം ഉണ്ടാക്കി, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഹരിത വിപ്ലവം രാഷ്ട്രത്തിന് വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിലും ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല. ഇതിന്റെ ഒരു പരിണിത ഫലം ഇത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. നമ്മൾ കണ്ടില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പോൾ ഇത് ചെറുകിട കർഷകർക്കും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ചെറിയ കർഷകരും വലിയ കർഷകരും തമ്മിലുള്ള ഒരു അന്തരം അത് സൃഷ്ടിച്ചു അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തരം സാങ്കേതിക വിദ്യ സ്വീകരിച്ച ചെറുകിട കർഷകർക്ക് കീടാക്രമണം ഉണ്ടായാൽ എല്ലാം നഷ്ടമായിരിക്കും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഹരിത വിപ്ലവം വലിയൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ചെറിയ കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം സൃഷ്ടിച്ചു എന്നുള്ളൊരു കാര്യം ഓർത്തു വെച്ചേക്കണേ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ. ഇനി നമുക്ക് അതല്ലാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ വേഗം ഒന്ന് ഓടിച്ചു നോക്കാം. പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് ഗ്രീൻ റെവല്യൂഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വില്യം ഗൗഡ് ആണ്. ഗ്രീനിന്റെ ജിയും ഗൗഡിന്റെ ജിയും ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. വില്യം ഗൗഡ് ആണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ് അല്ലെ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? MS സ്വാമിനാഥൻ. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോരുത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ നോർമൻ ബോർലോഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിലാണ് MS സ്വാമിനാഥൻ. അടുത്ത പോയിന്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകളാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയിട്ടുള്ള ഗണ്യമായിട്ടുള്ള പുരോഗതി അല്ലെ? ഇനി 1940 മുതൽ 1970 കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കാൻ ആഗോളതലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കാർഷിക മുന്നേറ്റമാണ് ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ നൽകിയിട്ടുള്ള ധനസഹായം ഉപയോഗിച്ച് മെക്സിക്കൻ സർക്കാർ 1945 ആരംഭിച്ചിട്ടുള്ള ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ ആദ്യത്തെ ഘട്ടം നോക്കുകയാണെങ്കിൽ ഗോതമ്പിന്റെ ഉൽപാദനമായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലെ? ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം 1960ന്റെ പകുതി മുതൽ 1970ന്റെ പകുതി വരെയാണ്. രണ്ടാം ഘട്ടം 1970ന്റെ പകുതി മുതൽ 1980ന്റെ പകുതി വരെയാണ്. ആരംഭിച്ചുള്ള രാജ്യം മെക്സിക്കോ ആണ് അല്ലെ? ആരംഭിച്ചുള്ള രാജ്യം ഇമ്പോർട്ടന്റ് ആണ്, മെക്സിക്കോ.
ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല കാർഷിക രംഗം വേണമെങ്കിൽ ചോദിക്കാം. സമാധാനത്തിനുള്ള നൊബേൽ നേടിയിട്ടുള്ള കൃഷി ശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗ് 1970 കേട്ടോ. 1970 സമാധാനത്തിനുള്ള നൊബേൽ നേടിയിട്ടുള്ള കൃഷി ശാസ്ത്രജ്ഞനാണ് കേട്ടോ. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഏതാണ്? ഫിലിപ്പൈൻസ് അല്ലെ. ഇനി ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഏതാ? അരിയും ഗോതമ്പും. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967, 68 ടൈമിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള സംസ്ഥാനം പഞ്ചാബ് അല്ലെ. പഞ്ചാബ്. ഒന്നാം ഘട്ടം ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഗോതമ്പ് വിപ്ലവം. കാരണം ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തിയിട്ടുള്ള വിള ചോദിക്കുകയാണെങ്കിൽ ഗോതമ്പായിരുന്നു അല്ലെ. ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയിട്ടുള്ള നാണ്യവില കരിമ്പാണ്. ഏറ്റവും മെച്ചമുണ്ടാക്കിയിട്ടുള്ള കേട്ടോ. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ഏറ്റവും മെച്ചമുണ്ടാക്കിയിട്ടുള്ള നാണ്യവിള ചോദിക്കുകയാണെങ്കിൽ കരിമ്പ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ ചോദിക്കുകയാണെങ്കിൽ MP സിംഗ് ആണ്. MP സിംഗ് കേട്ടോ. ഓക്കെ, അപ്പോ ഒരു പാട്ട് അല്ലെങ്കിൽ സിംഗ് പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ ഹീറോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്നിട്ടുള്ള സമയം, ആ സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി ചോദിക്കുകയാണെങ്കിൽ C സുബ്രഹ്മണ്യം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പിതാവ് ആരാ? C സുബ്രഹ്മണ്യം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അതേപോലെ തന്നെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ രചിച്ചിട്ടുള്ള പ്രധാന പുസ്തകങ്ങൾ ആൻ എവർഗ്രീൻ റെവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിതൗട്ട് ഹങ്കർ. അറിഞ്ഞു വെച്ചേക്കണേ, ആൻ എവർഗ്രീൻ റെവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിതൗട്ട് ഹങ്കർ. അദ്ദേഹം വികസിപ്പിച്ച വിത്തിനങ്ങൾ സൊണാറോ 64, അതേപോലെ തന്നെ ലെർമാറോജോ 64 കേട്ടോ. ലെർമാറോജോ 64. ഇന്ത്യയിൽ വികസിപ്പിച്ച അത്യുൽപാദന ഗോതമ്പ് ഇനങ്ങൾ കല്യാൺ സോന, അതേപോലെ തന്നെ സൊണാലിക. കല്യാൺ സോന, അതുപോലെ തന്നെ സൊണാലിക. ഓക്കെ. ഇനി MS സ്വാമിനാഥൻ ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോയിന്റ്സുകളെല്ലാം MS സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും 2024 ഭാരത് രത്ന പുരസ്കാരം കൂടി കിട്ടിയിട്ടുണ്ട് അല്ലെ. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. 2024 ഭാരത് രത്ന പുരസ്കാരം കൂടി കിട്ടിയിട്ടുള്ളത് MS സ്വാമിനാഥൻ കേട്ടോ. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിന്റെ പോയിന്റ്സുകൾ മാത്രം വായിച്ചു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിന്റെ വകുപ്പ് ചിലപ്പോ കിട്ടണം എന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അതിന്റെ വകുപ്പുകളും അതൊക്കെ നമ്മൾ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് വൺസ് അഗൈൻ സ്വാഗതം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ C ആണ്. അതായത് വകുപ്പ് 2 എന്ന് പറയുന്നത് ഏതായിട്ടാ വരുന്നത്? മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയിട്ടുള്ള ഇന്ത്യൻ പൗരനാണ് കേട്ടോ. മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയിട്ടുള്ള ഇന്ത്യൻ പൗരനെയാണ് നമ്മൾ പറയാ. അതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 2 പറയുന്നത്. പിന്നെ വകുപ്പ് 19 പറയുന്നത് എന്താ? അതായത് വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കലാണ്. വകുപ്പ് 15 ഏതാണ്? അപ്ലൈറ്റ് ട്രിബ്യൂണൽ രൂപീകരണം. അതേപോലെ തന്നെ വകുപ്പ് 21 ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്കും വേണ്ടിയുള്ള നടപടികൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെയാ ഓർക്കാന്നൊക്കെ വിചാരിക്കണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് കണക്ഷൻസ് വെച്ചിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പൊ തുടങ്ങാലോ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയോജന സംരക്ഷണ നിയമം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ വയോജന എന്നുള്ള രീതിയിൽ പറയാം അല്ലെ. വയസ്സായിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ പറയുന്നത് 60 വയസ്സെങ്കിലും മിനിമം വേണം, അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയാം. ഇനി അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഒക്ടോബർ 1-നാണ്. എന്നാണ്? ഒക്ടോബർ 1. ഓക്കെ, വയസ്സായിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് ക്ഷീണിച്ച് 1 പോലെയൊക്കെയാണ് ഇരിക്കണേ എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ പറയുന്ന കണക്ഷൻസ് എല്ലാം ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന കണക്ഷൻസ് ആണ്. അപ്പം എന്താണ്? ഒക്ടോബർ 1-നാണ് അന്താരാഷ്ട്ര വയോജന ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അത് 1990 മുതലാണ് ആചരിച്ചു തുടങ്ങിയത് കേട്ടോ. ഇനി വാർദ്ധക്യത്തെ സംബന്ധിച്ച് ആദ്യത്തെ ലോക സമ്മേളനം നടന്നിട്ടുള്ളത് എവിടെയാണ്? വിയന്നയിലാണ് 1982. രണ്ടാമത് നടന്നിട്ടുള്ളത് മാഡ്രിഡ്, സ്പെയിൻ. ജസ്റ്റ് ഓർത്തു വെക്കാം, വയസ്സായിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പൊ ചിലപ്പം വീഴും എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ വിയന്ന, വീഴും എന്നുള്ള രീതിയിൽ ഓർക്കാം. വീണ് കഴിയുമ്പോൾ നല്ല പെയിൻ ആണ് അല്ലെ. അപ്പൊ സ്പെയിൻ ആയിട്ട് ഓർത്തു വെക്കാം. അപ്പൊ ആദ്യത്തെ ലോക സമ്മേളനം നടന്നിട്ടുള്ളത് വിയന്നയിലും രണ്ടാമത് നടന്നിട്ടുള്ളത് സ്പെയിനിലുമാണ് കേട്ടോ. ഇനി അടുത്തത് ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് 1999-ലാണ്. ഓക്കെ, വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പറയില്ലേ 99 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വയസ്സാന്നൊക്കെ പറയില്ലേ, അങ്ങനെ എല്ലായിടത്തും 9 ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് 1999-ലാണ്. ഇനി കേന്ദ്ര സർക്കാർ വയോജനങ്ങൾക്കുള്ള ദേശീയ നയം അംഗീകരിച്ചിട്ടുള്ളത് 1999 ജാനുവരി 13. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക.
1999 ജാനുവരി 13. ഇനി മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഇതൊരു നിയമമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 2007 എന്നാണ് 2007. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണേ. 1999 എന്തായിരുന്നു? ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് നമ്മുടെ 139 വരുന്നത്. പിന്നെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള നിയമം നിലവിൽ വന്നിട്ടുള്ളത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 2007. ഇനി ലോക്സഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ലോക്സഭ 2007 ഡിസംബർ 5 ഇത് പാസ്സാക്കിയിട്ടുള്ളത്. രാജ്യസഭയില് 2007 ഡിസംബർ 6, പിറ്റേ ദിവസം തന്നെ രാജ്യസഭ അത് പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത് 2007 ഡിസംബർ 29 കേട്ടോ. അപ്പൊ എല്ലായിടത്തും 2007 അല്ലെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ നിയമം നിലവിൽ വന്നിട്ടുള്ള 2007. അപ്പൊ ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത് 2007 ഡിസംബർ 5, പിറ്റേ ദിവസം രാജ്യസഭ പാസ്സാക്കി. പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത് 2007 ഡിസംബർ 29 നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഡേറ്റ് ഓർത്ത് വെക്കാം. 2008 സെപ്റ്റംബർ 24. 2008 സെപ്റ്റംബർ 24. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കയറാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 32 സെക്ഷനും ഉണ്ട്, 7 അധ്യായങ്ങളുണ്ട്. നമുക്കറിയാലോ സെക്ഷൻ ആയിരിക്കില്ലേ കൂടുതൽ വരിക അല്ലെ? അപ്പൊ 32 സെക്ഷനും ഉണ്ട്, 7 അധ്യായങ്ങളും ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഇനി നമുക്ക് ഓരോ 7 അധ്യായങ്ങൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിത് പഠിച്ചെടുക്കാം കേട്ടോ, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രാരംഭികം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ആണ്. അധ്യായം 2 എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണമാണ്. അപ്പൊ നമ്മൾ പറയില്ലേ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ 2 പേര് അല്ലെ? അപ്പൊ അധ്യായം 2 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം. അപ്പൊ മാതാപിതാക്കൾ 2 എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വയ്ക്കാം. അവരുടെ സംരക്ഷണത്തെ കുറിച്ചാണ് അധ്യായം 2 പറഞ്ഞിട്ടുള്ളത്. ഇനി അധ്യായം 3 എന്താ പറഞ്ഞിട്ടുള്ളത്? വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ. അധ്യായം 3 എന്താ പറഞ്ഞിട്ടുള്ളത്? വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ. അധ്യായം 4 പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ. ഓക്കെ, മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളെ കുറിച്ചാണ് അധ്യായം 4 പറഞ്ഞിട്ടുള്ളത്. അധ്യായം 5 എന്താ പറഞ്ഞിട്ടുള്ളത്? മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. അപ്പൊ നമ്മൾ പറയില്ലേ അവരുടെ ജീവനും സ്വത്തൊക്കെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ? നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംരക്ഷിക്കുക എന്ന് പറയില്ലേ? അപ്പൊ ഒരു കൈനകത്ത് 5 വിരലുണ്ട്, 5 വിരലും വെച്ച് നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ അധ്യായം 5 പറയുന്നത് മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. ഓക്കെ, ഇനി അധ്യായം 6 പറയുന്നത് എന്താ? അപ്പൊ ഇങ്ങനെ സ്വത്തും ഒക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത കാര്യം പറയുന്നത് കുറ്റങ്ങളായിരിക്കും അല്ലെ? സ്വത്ത് കണ്ടു കഴിയുമ്പോൾ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെയാന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. അപ്പൊ അധ്യായം 6 പറയുന്നത് കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമം. അധ്യായം 6 എന്താ പറയുന്നത്? കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമം. ഇനി അധ്യായം 7 നമ്മൾ പറഞ്ഞു 7 അധ്യായങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ? അധ്യായം 7 പറയുന്നത് മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അധ്യായം 1 പറയുന്നത് എന്തായിരുന്നു? അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, പ്രാരംഭികം. അധ്യായം 2 പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞ? 2 മാതാപിതാക്കളുണ്ട്. അപ്പൊ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം അല്ലെ? ഇനി അധ്യായം 3 എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ. അധ്യായം 3 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ. പിന്നെ അധ്യായം 4 എന്തായിരുന്നു? മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ. ഓക്കെ, മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളാണ് അധ്യായം 4 പറയുന്നത്. അധ്യായം 5 പറയുന്നത് മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. അതാണ് നമ്മൾ 5 സ്വത്തും ജീവനും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ? 5 വിരലും വെച്ചിട്ടൊക്കെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. സ്വത്തിന്റെ കാര്യങ്ങളും ആയിട്ടൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അധ്യായം 6 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറ്റം കയറി വരും എന്നുള്ള രീതിയിൽ ഓർക്കാം. സ്വത്തുള്ളത് കൊണ്ട് തന്നെ തട്ടിയെടുക്കാൻ നോക്കും, അങ്ങനെ കുറ്റം വരും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. അപ്പൊ കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമം. അധ്യായം 7 എന്ന് പറയുമ്പോൾ മിസ്ലേനിയസ്. അപ്പൊ ഇതാണ് നമ്മുടെ 7 അധ്യായങ്ങൾ. ഒന്നും കൂടെ വായിച്ച് നിങ്ങൾ തന്നെ സെറ്റ് ആക്കണം കേട്ടോ. ഞാൻ പറ്റുന്ന രീതിയിൽ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ വേണമെങ്കിൽ അധ്യായവുമായിട്ട് അടുത്ത എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ സെക്ഷനിലേക്ക് നമുക്ക് കയറാം. നമ്മൾ 32 സെക്ഷൻ ഒന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി സെക്ഷൻ 4 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. മുതിർന്ന പൗരന്മാരുടെ
സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 4 പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മൾ 4 നേരം ഫുഡ് കഴിക്കും അല്ലെ, അതേപോലെ 4 നേരം മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കണം എന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ സംരക്ഷണം സെക്ഷൻ 4 മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 4 പറയുന്നത്. ഇനി സെക്ഷൻ 5 എന്താ പറയുന്നത്? സംരക്ഷണത്തിന് ആയിട്ടുള്ള അപേക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 5 പറയുന്നത്. അപ്പൊ സെക്ഷൻ 5 പറയുന്നത് അപേക്ഷയെ കുറിച്ചാണ് അല്ലെ, അപേക്ഷയെ കുറിച്ചാണ്. അപ്പൊ സംരക്ഷിക്കുന്ന കാര്യം നമ്മൾ സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 5 ജസ്റ്റ് ഓർത്ത് വെക്കാം. നമ്മളിങ്ങനെ യാചിക്കുക, അപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് അപേക്ഷിക്കുക എന്ന് പറയില്ലേ, അപ്പൊ 5 വിരൽ വെച്ചിട്ട് ഇങ്ങനെ അപേക്ഷിച്ചു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. അപ്പൊ സെക്ഷൻ 5 പറയുന്നത് സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷയെ കുറിച്ചാണ്. ഇനി അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്: മുതിർന്ന പൗരൻ രക്ഷിതാവിന് പ്രാപ്തിയില്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തി സംഘടന വഴി അപേക്ഷ സമർപ്പിക്കാം. അപ്പൊ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത്? മുതിർന്ന പൗരൻ തന്നെ കൊടുക്കണം എന്നില്ല, മറ്റേതെങ്കിലും വ്യക്തിക്കും അല്ലെങ്കിൽ സംഘടനയ്ക്കൊക്കെ ഇത് അപേക്ഷിക്കാം. വ്യക്തിക്ക് ഈ സംഘടന വഴി അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ട്രിബ്യൂണലിന് സ്വമേധയ നടപടിയെടുക്കാം. ഓക്കെ, ട്രിബ്യൂണലിന് സ്വമേധയ നടപടിയെടുക്കാം. ഇനി ട്രിബ്യൂണൽ കുട്ടികൾ അല്ലെങ്കിൽ ബന്ധുവിനോട്, കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുതിർന്ന വ്യക്തിയുടെ കുട്ടികളാണ്. അപ്പൊ ട്രിബ്യൂണൽ കുട്ടികൾ അല്ലെങ്കിൽ ബന്ധുവിനോട് ഇടക്കാല സംരക്ഷണത്തിനായിട്ടുള്ള പ്രതിമാസ തുക നൽകാൻ ഉത്തരവിടാൻ പറ്റും. മനസ്സിലായോ? പ്രതിമാസ തുക നൽകാൻ ഉത്തരവിടാൻ പറ്റും. ആർക്ക്? ട്രിബ്യൂണലിന് പറ്റും. ഈ പ്രതിമാസ തുകയെ സംബന്ധിച്ച് നടപടികൾ 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ടതാണ്. അതായത് അപേക്ഷ നൽകി കഴിഞ്ഞിട്ട് അപേക്ഷ നൽകിയ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ ഇതിന്റെ നടപടികളെല്ലാം എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ സെക്ഷൻ 4 പറയുന്നത് എന്താ? സെക്ഷൻ 4 4 നേരവും സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക അല്ലെ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 5 അപേക്ഷ, നമ്മളിങ്ങനെ അപേക്ഷിക്കുക, യാചിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വെക്കുക. അപ്പോ അപേക്ഷ നൽകേണ്ടത് ആരൊക്കെയാണ്? മുതിർന്ന പൗരന് തന്നെ കൊടുക്കണം എന്നില്ല, വേറെ ആരെങ്കിലും ഏർപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ ട്രിബ്യൂണലിൽ നടപടി എടുക്കാം. അതേപോലെ തന്നെ ട്രിബ്യൂണലിന് കുട്ടികൾ ബന്ധുവിനോട് ഇടക്കാല സംരക്ഷണത്തിനായിട്ടുള്ള പ്രതിമാസ തുക നൽകാൻ ഉത്തരവിടാനുള്ള അധികാരമുണ്ട്. പ്രതിമാസ തുകയെ സംബന്ധിച്ച് നടപടികൾ 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ സെക്ഷൻ 4 സെക്ഷൻ 5 എല്ലാവരും പഠിച്ചുവല്ലോ അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 6 അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ 5 എന്ന് പറയുമ്പോൾ അപേക്ഷ അല്ലെ, അപേക്ഷയുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. സെക്ഷൻ 6 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർക്കാം, നമ്മൾ അപേക്ഷിക്കുന്ന ആരോടായിരിക്കും? അധികാരമുള്ള ആൾക്കാരോടായിരിക്കും അല്ലെ. അപ്പൊ സെക്ഷൻ 6 പറയുന്നത് അധികാര പരിധിയെ കുറിച്ചാണ്. അധികാര പരിധി, ട്രിബ്യൂണലിന്റെ അധികാര പരിധിയും നടപടി ക്രമങ്ങളെ കുറിച്ചുമാണ് സെക്ഷൻ 6 പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ സെക്ഷൻ 4 നേരവും സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഓർക്കാം. സെക്ഷൻ 5 എന്താ? അപേക്ഷിക്കുക അല്ലെ, സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ്. സെക്ഷൻ 6 എന്ന് പറയുമ്പോഴാ ആരോടാ നമ്മൾ അപേക്ഷിക്കുന്നത്? അധികാരമുള്ള ആൾക്കാരോട് അല്ലെ. അപ്പൊ ട്രിബ്യൂണലിന്റെ അധികാര പരിധിയും നടപടി ക്രമങ്ങളെയും കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 6. അപ്പൊ സംരക്ഷണത്തിനുള്ള അപേക്ഷ സംബന്ധിച്ച് നടപടികൾ കുട്ടികൾ താമസിക്കുന്ന അവസാന താമസ ജില്ലയിൽ എടുക്കാം. അപ്പൊ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയെ സംബന്ധിച്ച് നടപടികൾ എങ്ങനെ നടപടി എടുക്കുന്നേ? കുട്ടികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവസാനം താമസിച്ച ജില്ലയിൽ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എവിടെ നടപടി എടുക്കുന്നേ? ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് മുതിർന്ന പൗരന്റെ മക്കളാണ് കേട്ടോ, അല്ലാതെ ചെറിയ പിള്ളേരല്ല. അപ്പൊ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ അവസാനം താമസിച്ചിട്ടുള്ള ജില്ലയിൽ എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം സെക്ഷൻ 7. സെക്ഷൻ 7 പറയുന്നത് എന്താ? മെയിന്റനൻസ് ട്രിബ്യൂണൽ രൂപീകരണം അല്ലെ, മെയിന്റനൻസ് ട്രിബ്യൂണൽ രൂപീകരണം. അപ്പൊ അതിലെന്താ പറയണെന്നുള്ളത് നമുക്ക് നോക്കാം. സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവിന്റെ വിധി നിർണ്ണയിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും, ഓക്കെ, അപ്പൊ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധിയൊക്കെ നിർണ്ണയിക്കുന്നതിനും അതുപോലെ തന്നെ തീരുമാനം എടുക്കുന്നതിനും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഓരോ സബ് ഡിവിഷനിലും ഒന്നോ അതിലധികമോ ട്രിബ്യൂണുകളെ രൂപീകരിക്കേണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവും വിധിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ട്രിബ്യൂണുകളെ രൂപീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അധ്യക്ഷൻ ഇത് സംസ്ഥാനത്തിന്റെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിങ്ങിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ ഇതാണ് സെക്ഷൻ 7 പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ സെക്ഷൻ വേഗം നോക്കാം. സെക്ഷൻ 4 എന്താ പറഞ്ഞിട്ടുള്ള? 4 നേരവും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലെ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം. സെക്ഷൻ 5 എന്തായിരുന്നു? അപേക്ഷ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പോവാം. ഇനി സെക്ഷൻ 6 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അപേക്ഷിക്കുന്ന അധികാരമുള്ള ആൾക്കാരോടായിരിക്കും. അപ്പൊ അധികാര പരിധിയെ കുറിച്ചാണ് സെക്ഷൻ 6 പറയുന്നത്. ആരുടെ അധികാര പരിധി? ട്രിബ്യൂണലിന്റെ അല്ലെ. ഇനി എന്താ ചെയ്യേണ്ടത്? സെക്ഷൻ 7 എന്ന് പറയുമ്പോൾ
ഇനി മെയിന്റനൻസ് ട്രിബ്യൂണൽ രൂപീകരണം. ഇനി ട്രിബ്യൂണലിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ തൊട്ടടുത്ത സെക്ഷനിൽ പറയുന്നത്. അപ്പൊ സെക്ഷൻ 7 വരെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി സെക്ഷൻ 8 എന്താ പറയുന്നത്? അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം. ഓക്കെ, സെക്ഷൻ 8 എന്താ പറയുന്നത്? അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമമാണ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, പ്രോപ്പർ ആയിട്ടൊക്കെ അന്വേഷിച്ചില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും എന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. സെക്ഷൻ 8 എന്താ പറയുന്നത്? അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം. അതാണ് സെക്ഷൻ 8 പറയുന്നത്. ഇനി സെക്ഷൻ 9 പറയുന്നത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവാണ്. സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ് കൊടുക്കുന്നതാണ് സെക്ഷൻ 9 പറയുന്നത്. സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ്. അപ്പൊ ഇതിൽ എന്താ പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. സ്വയം പരിപാലിക്കാൻ കഴിയാത്ത ഒരു മുതിർന്ന പൗരന് കുട്ടികൾ അവഗണിക്കുകയോ സംരക്ഷിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ പ്രതിമാസ അലവൻസ് നൽകാൻ ഉത്തരവിടാം. മനസ്സിലായോ? അപ്പോ ഈ പറഞ്ഞ പോലെ ഈ മുതിർന്ന പൗരനെ കുട്ടികൾ നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രതിമാസ അലവൻസ് നൽകാൻ ഉത്തരവിടാം എന്നുള്ളതാണ് സെക്ഷൻ 9 പറയുന്നത്. അതായത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി പരമാവധി സംരക്ഷണ ചെലവ് പ്രതിമാസം 10,000 രൂപയിൽ കവിയാൻ പാടില്ല. അത് അറിഞ്ഞു വെച്ചേക്കാം. എത്രയാണ് പരമാവധി സംരക്ഷണ ചെലവ്? പ്രതിമാസം 10,000 രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെക്ഷൻ 9 എന്താ പറഞ്ഞിട്ടുള്ളത്? സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ്. സെക്ഷൻ 8 എന്തായിരുന്നു? അന്വേഷണം അല്ലെ. അപ്പൊ മര്യാദയ്ക്ക് അന്വേഷിച്ചില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുന്ന ഓർക്കാം. അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം. സെക്ഷൻ 9 സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ്. ഇനി അടുത്ത സെക്ഷൻ 13 ആണ്. സെക്ഷൻ 13 പറയുന്നത് സംരക്ഷണ ചെലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് സെക്ഷൻ 13 പറയുന്നത്. സംരക്ഷണ ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ. അപ്പൊ അങ്ങനെ സംരക്ഷണ ചെലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ അത് കൊടുക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് 13. അപ്പൊ 13-നകത്തൊരു 3 ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് 30-ഉമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. 13 പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അപ്പൊ 13 എന്താ പറയുന്നത്? 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം അല്ലെ. അപ്പൊ സംരക്ഷണ ചെലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ 13 പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 15 നമുക്ക് നോക്കാം. സെക്ഷൻ 15 പറയുന്നത് അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരണമാണ്. എന്താണ് പറയുന്നത്? അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരണം. അതായത് ട്രിബ്യൂണലിന്റെ ഉത്തരവിന് എതിരായി അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കാം എന്നുള്ള കാര്യമാണ് സെക്ഷൻ 15 പറയുന്നത് കേട്ടോ. അപ്പൊ സെക്ഷൻ 15 എന്താ പറയുന്നത്? അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ രൂപീകരണം. ഓക്കെ, അതായത് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെയായിട്ട്, ഇപ്പൊ ട്രിബ്യൂണൽ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെയായിട്ട് അപ്പീൽ കേൾക്കാൻ ആർക്ക് സാധിക്കും? ജില്ലയിലെ അപ്പലേറ്റ് ട്രിബ്യൂണൽ അതിനു വേണ്ടിയിട്ട് രൂപീകരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 15 പറയുന്നത്. നമ്മളെങ്ങനെ ആലോചിക്കും? സെക്ഷൻ 15 ഞാൻ ഓർത്തു വെച്ചേക്കണത് 15 എന്ന് പറയുമ്പോഴൊക്കെ എന്റെ 10ാം ക്ലാസ്സുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 15 വയസ്സുള്ള സമയത്ത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും അല്ലെ. മാക്സിമം നല്ല മാർക്ക് കിട്ടാനൊക്കെ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ അപ്പാവാൻ ശ്രമിക്കും. അപ്ലേറ്റ് ആണ് ഞാൻ ഓർത്തേക്കണത്. അപ്പാവാൻ ഉയർന്നു വരാനൊക്കെ ശ്രമിക്കും. അങ്ങനെ അപ്പലേറ്റ് ട്രിബ്യൂണൽ ആയിട്ടാണ് ഞാൻ ഓർത്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രിബ്യൂണലിന്റെ ഉത്തരവിന് എതിരായിട്ട് അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും ഈ പറഞ്ഞിട്ടുള്ള അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കാം. ഇനി അധ്യക്ഷൻ ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിങ്ങിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. അധ്യക്ഷൻ ആരായിരിക്കണം? ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിങ്ങിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഇനി അടുത്ത് നോക്കാം. സെക്ഷൻ 16 ആണ്. സെക്ഷൻ 16 പറയുന്നത് അപ്പീലുകളെ കുറിച്ചാണ്. അപ്പൊ ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 16 എന്ന് പറയുമ്പോൾ ഒരു 6 ഉണ്ട് അല്ലെ. അപ്പൊ 60 ദിവസത്തിനകത്തുള്ള 6-ഉമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ സെക്ഷൻ 16 പറയുന്നത് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അപ്പീലുകൾ നൽകാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി സെക്ഷൻ 18 എന്ന് പറയുമ്പോൾ മെയിന്റനൻസ് ഓഫീസർ ആണ്. മെയിന്റനൻസ് ഓഫീസർ സെക്ഷൻ 18 പറയുന്നത് മെയിന്റനൻസ് ഓഫീസർ, മെയിന്റനൻസ് ഓഫീസർ ആണ് കേട്ടോ. മെയിന്റനൻസ്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, നമ്മൾ ഈ 18 വയസ്സ് എപ്പോഴും നമ്മൾ പറയില്ലേ 18 വയസ്സ് യുവത്വം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ മെയിന്റനൻസ് ഓഫീസറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 18 പറയുന്നത് കേട്ടോ. മെയിന്റനൻസ് ഓഫീസർ. ഓക്കെ, അപ്പൊ സെക്ഷൻ 19 എന്താ പറയുന്നത്? വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കലിനെ കുറിച്ചാണ് സെക്ഷൻ 19 പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം. സെക്ഷൻ 18 മെയിൻറ്റെയിൻ ചെയ്യും, നമ്മുടെ യുവത്വം മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള രീതിയിൽ മെയിന്റനൻസ് ഓഫീസർ ആയിട്ട് കണക്ട് ചെയ്യാം. സെക്ഷൻ 19 പറയുന്നത് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കലാണ് കേട്ടോ. വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ. ഇനി സെക്ഷൻ 20 എന്താ പറയുന്നത്?
വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ. ഓക്കെ, മെഡിക്കൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 20 പറയുന്നത്. അപ്പൊ സെക്ഷൻ 19 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ, സെക്ഷൻ 20 പറയുന്നത് വൈദ്യ പരിശോധനയ്ക്കുള്ള വ്യവസ്ഥകൾ. വൈദ്യ പരിശോധനയ്ക്കുള്ള വ്യവസ്ഥകളാണ് കേട്ടോ, വ്യവസ്ഥകളാണ്. ഈ സെക്ഷൻ 21 എന്താ പറയുന്നത്? ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെ കുറിച്ചാണ് സെക്ഷൻ 21 പറയുന്നത്. അപ്പൊ രണ്ടുപേരുടെയും ജീവൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, സംരക്ഷിക്കണം. അപ്പൊ ഇതൊരാളാണെന്ന് വിചാരിച്ചോ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പൊ 21 ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അധ്യായം 5 അല്ലെ, നമ്മുടെ 5 പേരിലും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സംരക്ഷിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാ. അപ്പൊ സെക്ഷൻ നോക്കിയാണെങ്കിൽ 21 അപ്പൊ രണ്ടുപേരുടെയും ജീവൻ സംരക്ഷിക്കുന്ന ഒരാളാണ് ഈ 1 എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം, അതാണ് സെക്ഷൻ 21. അപ്പൊ സെക്ഷൻ 20 എന്തായിരുന്നു? വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ. സെക്ഷൻ 19 എന്താ? വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ. സെക്ഷൻ 18 എന്താ? മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, അപ്പൊ മെയിന്റനൻസ് ഓഫീസർ. ഓക്കെ, ഇനി സെക്ഷൻ 24 എന്താ പറയണെന്നുള്ളത് നോക്കാം. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമുള്ളവർ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന തടവോ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കാം എന്നുള്ളതാണ് സെക്ഷൻ 24 പറയുന്നത്. ജസ്റ്റ് ഓർത്തു വയ്ക്കാം, 24 മണിക്കൂറും ഇവരെ നോക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 മാസം നീണ്ടു നിൽക്കുന്ന തടവോ 5000 രൂപ വരെ പിഴയോ ലഭിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്തു വെക്കാട്ടോ. ഓർത്തു വെക്കാൻ വേണ്ടി പറയുന്ന കണക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് 24 കണക്ട് ചെയ്യാം. 24 മണിക്കൂർ നോക്കിയില്ലെങ്കിൽ പിഴ കിട്ടും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ആ പിഴ എങ്ങനെയാണ്? 3 മാസം നീണ്ടു നിൽക്കുന്ന തടവോ അല്ലെങ്കിൽ 5000 രൂപ വരെ പിഴയോ, കേട്ടോ, 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കാം എന്നുള്ളതാണ് സെക്ഷൻ 24 പറയുന്നത്. ഇനി സെക്ഷൻ 27 പറയുന്നത് ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ബാധകമാകുന്ന കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല. ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് സെക്ഷൻ 27 പറയുന്നത്. മനസ്സിലായോ? ഈ നിയമത്തിൽ ഏതെങ്കിലും വ്യവസ്ഥകൾ ബാധകമാകുന്ന കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്ഷൻസ്, ഇത്രയാണ് നമ്മുടെ ക്ലാസ്സും. നമുക്കപ്പോ ഒന്നും കൂടെ ജസ്റ്റ് എന്തൊക്കെയാണ് ഓരോ സെക്ഷൻ എന്നുള്ളത് നമുക്ക് വേഗം നോക്കാം. എല്ലാം ഡിസ്കസ് ചെയ്യാന്നല്ല, അതിന്റെ കോഡ്സ് വെച്ചിട്ട് നമുക്ക് വേഗം കണക്ട് ചെയ്ത് പോവാം. സെക്ഷൻ 4 എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 4 4 നേരവും സംരക്ഷിക്കണം നമ്മൾ പറഞ്ഞു അല്ലെ, സംരക്ഷണം. സെക്ഷൻ 5 വരൽ വെച്ചിട്ട് അപേക്ഷ അല്ലെ, അപ്പൊ സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 5 പറയുന്നത്. അപ്പൊ സെക്ഷൻ 6 എന്തായിരിക്കും? നമ്മൾ അപേക്ഷിക്കുന്ന ആരോടായിരിക്കും? അധികാരമുള്ള ആൾക്കാരോടാണ്. അപ്പൊ അധികാര പരിധിയെ, ആരുടെ അധികാര പരിധി? ട്രിബ്യൂണലിന്റെ അധികാര പരിധിയെ കുറിച്ചാണ് സെക്ഷൻ 6 പറയുന്നത്. സെക്ഷൻ 7 എന്താ പറയുന്നത്? ആ ട്രിബ്യൂണലിനെ കുറിച്ച് വന്നല്ലോ, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, മെയിന്റനൻസ് ട്രിബ്യൂണൽ രൂപീകരണമാണ് സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 8 എന്താ പറയുന്നത്? അന്വേഷണവുമായിട്ട് അല്ലെ, മര്യാദയ്ക്ക് അന്വേഷിച്ചില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമത്തെ കുറിച്ചാണ് സെക്ഷൻ 8 പറയുന്നത്. സെക്ഷൻ 9 എന്താ പറയുന്നത്? സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ്, ഉത്തരവിനെ കുറിച്ചാണ് സെക്ഷൻ 9 അല്ലെ, സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പഠിക്കാനുള്ള സെക്ഷൻ 13 എന്ന് പറയുമ്പോൾ തന്നെ 3 വെച്ചിട്ടുള്ള 30 നമുക്ക് കണക്ട് ചെയ്യാം. സംരക്ഷണ ചെലവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. സെക്ഷൻ 15 എന്ന് പറയുമ്പോഴോ 15 നമ്മുടെ അപ്പൊ അപ്പ് വെച്ചിട്ടൊക്കെ ഓർത്ത് വെക്കാം, അപ്ലേറ്റ് ട്രിബ്യൂണൽ അല്ലെ, അപ്ലേറ്റ് അല്ലെങ്കിൽ അപ്ലേറ്റ് ട്രിബ്യൂണലിനെ കുറിച്ച്, അതിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 16 എന്ന് പറയുമ്പോൾ അപ്ലേറ്റ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അപ്പീല് കേട്ടോ, അപ്ലേറ്റ് കഴിഞ്ഞാൽ അപ്പീൽ. അപ്പൊ സെക്ഷൻ 16 അപ്പീലുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 18 എന്ന് പറയുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മുടെ യുവത്വം അല്ലെ, അപ്പൊ മെയിന്റനൻസ് ഓഫീസർ. സെക്ഷൻ 19 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 20 വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളാണ്. സെക്ഷൻ 21 ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം, അത് അധ്യായം 5 അടുത്ത സെക്ഷൻ 24 അപ്പൊ അതെങ്ങനെ ആലോചിക്കുക? 24 മണിക്കൂർ നോക്കിയില്ലെങ്കിൽ പിഴ കൊടുക്കേണ്ടി വരും. അപ്പൊ പിഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷനാണ് 24 അല്ലെ. അപ്പൊ അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമുള്ളവർ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന തടവോ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കുന്നതാണ്. സെക്ഷൻ 27 പറയുന്നത് ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതായത് ഈ ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താ, അതുപോലെ തന്നെ റൂട്ടർ, ഗേറ്റ് വേ, ബ്രിഡ്ജ്, ഇതൊക്കെ എന്താണ്, അതുപോലെ തന്നെ ലാൻ, വാൻ, മാൻ, പാൻ. അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ LDC കൊല്ലം അല്ലെ, കണ്ണൂർ കൊല്ലം, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ IT ഒരു ചോദ്യമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇത്രയധികം ചോദ്യങ്ങൾ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹബ്ബ് എന്താണെന്നുള്ളത് നോക്കാം. ഇത് വളരെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത്ര എളുപ്പമാണ് കേട്ടോ. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ കമ്പ്യൂട്ടറുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹബ്ബ് എന്ന് പറയാം. കമ്പ്യൂട്ടറുകൾ എല്ലാത്തിനെയും കൂടിയിട്ട് ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഉപകരണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹബ്ബ് എന്ന് പറയാം. നിങ്ങൾ ഈ വീഡിയോ നോക്കിയേ, കണ്ടോ, ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഈ മെയിൻ കമ്പ്യൂട്ടറിൽ നിന്ന് അവിടെ വെച്ചിട്ടുള്ള ഒരു ബോക്സ് പോലെയുള്ള സംഭവമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻ ഹബ്ബ് വഴി എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും എത്തും. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു ഡയറക്ഷനില്ല. മെയിൻ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ അവിടുന്ന് മാത്രമാണ് സഞ്ചരിച്ചിട്ട് ബാക്കി എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും എത്തുന്നത്. നേരെ തിരിച്ചില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കമ്പ്യൂട്ടറിനും ആവശ്യമില്ലാത്ത കമ്പ്യൂട്ടറിനും എല്ലാവർക്കും ഒരേപോലെ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, വളരെ ട്രാഫിക് കൂടും അല്ലെ. ട്രാഫിക് കൂടുമ്പോൾ എന്ത് പറ്റും, ബാൻഡ് വിഡ്ത്ത് കുറയും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പോരായ്മ. എല്ലാവർക്കും ഒരേപോലെ കിട്ടുകയാണ്. അപ്പൊ ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കൊക്കെ കിട്ടുകയാണ്. അപ്പൊ എന്താ പറ്റുന്ന, ട്രാഫിക് കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിന് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. കാരണം ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്, അല്ലെ, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുകയല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ഇതിന്റെ ഒരു പോരായ്മ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്വിച്ച്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്, പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ പോരായ്മ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നു പറഞ്ഞില്ലേ. ഈ സ്വിച്ചിന്റെ കേസിൽ അങ്ങനെയല്ല. ആവശ്യമുള്ള ആൾക്കാരുടെ അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഈ സ്വിച്ചിന്റെ പരിപാടി. ഓക്കെ, അതാണ് സ്വിച്ച്. അപ്പോൾ ഈ സ്വിച്ചിൽ എന്താ പറയുന്നത്, നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഉപകരണമാണ് സ്വിച്ച്. കുറച്ചും കൂടെ ബുദ്ധിയുള്ളതാണ് കേട്ടോ, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ഉപകരണമാണ് സ്വിച്ച്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച്. ഓക്കെ, കാണുമ്പോൾ ഏതാണ്ട് ഹബിനെ പോലെ തന്നെ ഇരിക്കുമെങ്കിലും എന്താ പറ്റുന്നത്, എന്നാൽ സ്വിച്ച് ഡാറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യം സ്ഥാനം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും ഡാറ്റ പാക്കറ്റുകൾ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് മാത്രം അയക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ കറക്റ്റ് ആൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ പോസ്റ്റ്മാൻ ചെയ്യുന്ന പോലെ ആ ലെറ്റർ കറക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അതേപോലെ കറക്റ്റ് അഡ്രസ്സ് നോക്കിയിട്ട് ആവശ്യമുള്ള ആൾക്ക് മാത്രം, ആവശ്യമുള്ള കമ്പ്യൂട്ടറിലേക്ക് മാത്രമാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. ഇനി വളരെ തിരക്ക് കൂടിയിട്ടുള്ള കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഹബിനേക്കാൾ നന്നായിട്ട് സ്വിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതേപോലെ ആവശ്യമുള്ള ആൾക്ക് മാത്രം ഈ ഡാറ്റ പാക്കറ്റ് വഴി കൊടുത്തു കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, അവിടുത്തെ ട്രാഫിക് കുറയാണ് അല്ലെ. അപ്പൊ കാരണം വളരെ കുറഞ്ഞ അളവിൽ സന്ദേശങ്ങൾ അയക്കുന്നതിനാൽ ശൃംഖലയിൽ തിരക്ക് ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമ്മുടെ ഹബിന്റെ കുറച്ച് പോരായ്മകൾ മാറ്റിയെടുത്തിട്ടുള്ള ആളാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിന് കുറച്ചും കൂടെ ബുദ്ധി കൂടിയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. സ്വിച്ച് കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് നോക്കിയിട്ടാണ് ഓരോ കമ്പ്യൂട്ടറിലേക്കും ഡാറ്റ പാസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് എന്താണ് ബ്രിഡ്ജ് എന്നുള്ളത് നോക്കാം. ബ്രിഡ്ജിന്റെ പേര് പറയുന്ന പോലെ തന്നെ എന്താ ബ്രിഡ്ജ് ചെയ്യുക, കണക്ട് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്, ലാൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യും എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ പറയുമ്പോൾ രണ്ട് ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? അതായത് ഇപ്പൊ നമ്മുടെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറുകളുടെ ഒക്കെ ഒരു നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഓഫീസിൽ ഇപ്പൊ കുറെ റൂമുകളുണ്ട്. ഇപ്പൊ 2 റൂമുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു റൂമിൽ ഒരു കമ്പ്യൂട്ടർ കുറെ കമ്പ്യൂട്ടേഴ്സുകളായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത റൂമിലും ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ട്, അതിൽ നിന്ന് കുറെ കമ്പ്യൂട്ടറുകളായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഈ 2 മെയിൻ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാല് ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബ്രിഡ്ജ്. ഇനി ലാൻ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്തായിട്ട് വരും, ഓഫീസിലുള്ളത് ലാൻ ആണ് അല്ലെ, കമ്പ്യൂട്ടറിന്റെ ഒക്കെ കണക്ഷൻ. അതേപോലെ തന്നെ നമ്മുടെ കഫേയില്ലേ, കമ്പ്യൂട്ടർ കഫേയിലൊക്കെ ഉള്ളത് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അല്ലെങ്കിൽ വീട്ടിലെ നെറ്റ്വർക്ക് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലാൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നെറ്റ്വർക്ക് പറഞ്ഞപ്പോൾ ലാൻ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. പാൻ എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതായത് നമ്മുടെ പേഴ്സണൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോ പെൻ ഡ്രൈവ്, ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറും പെൻ ഡ്രൈവും തമ്മിലുള്ള കണക്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണ് പാൻ എന്ന് പറയുന്നത്. ലാൻ നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നതാണ് മാൻ. മാൻ എന്ന് പറഞ്ഞാല് മെട്രോപോളിയൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അത് മെയിൻ ആയിട്ട് നമ്മുടെ കേബിൾ ടി വി അല്ലെ, കേബിൾ ടി വി ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതായത് ഒരു സിറ്റിയിൽ ഉണ്ടാവുന്ന ആ ഒരു കണക്ഷൻ കേട്ടോ, അതൊക്കെയാണ് മാനിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു കണക്ഷനാണ് വാൻ എന്ന് പറഞ്ഞാല് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്?
അത് മെയിനായിട്ട് രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ലോകം ഫുള്ളുമായിട്ട് ഉണ്ടാവുന്ന ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, വാൻ എന്ന് പറയുന്നത് കേട്ടോ, വാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പാനിനകത്താണെങ്കിൽ, പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലേ, അപ്പൊ പാനിനകത്തും അതേപോലെ തന്നെ ലാനിനകത്തും സ്പീഡ് വളരെ കൂടുതലായിരിക്കും കേട്ടോ, സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അതേസമയം മാനിനകത്ത് കുറച്ചും കൂടെ സ്പീഡ് കുറവായിരിക്കും, വാൻ ആണെങ്കിൽ വേഗത കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ വാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെയാണ് കേട്ടോ വാനിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അതും കൂടെ പഠിച്ചു പോവാം. ഇനി അടുത്ത് നമുക്ക് എന്താണ് റൂട്ടർ അല്ലെങ്കിൽ റൗട്ടർ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ റൂട്ടർ ആ പേര് പറയുന്ന പോലെ തന്നെ കറക്റ്റ് റൂട്ടിലേക്ക് ഡാറ്റ എത്തിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ലാൻ, വാൻ, മാൻ, പാൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ ഒരു ലാനും അതേപോലെ തന്നെ ഒരു വാനും തമ്മിൽ ഒരു കണക്ഷൻ വേണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്, നമ്മുടെ ഓഫീസിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ അല്ലേ. അതേസമയം വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വേണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് റൂട്ടർ. ഓക്കെ, റൂട്ടർ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് രണ്ട് നെറ്റ്വർക്കിനും സെയിം റൂളുകൾ ഒബേ ചെയ്യണം. രണ്ട് നെറ്റ്വർക്കും സെയിം റൂള് ഒബേ ചെയ്യണം. ഈ റൂളിന് പറയുന്ന വേറൊരു പേരാണ് പ്രോട്ടോകോൾ. മനസ്സിലായോ? അപ്പോൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റൂട്ടർ. പിന്നെ അവിടെ എന്താ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവർക്ക് രണ്ടുപേർക്കും ഒരേ പ്രോട്ടോകോൾ അനുസരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഒരു വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള പെരുമാറ്റ ചട്ടങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ പ്രോട്ടോകോൾ കേട്ടോ, ഉള്ളതുമായിട്ടുള്ള രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ, ആണ് റൂട്ടർ. പിന്നെ ഈ റൂട്ടറിന്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബ്രിഡ്ജുമായിട്ട് സാമ്യമുള്ള ഒരാളാണ് റൂട്ടർ. ഓക്കെ, പക്ഷെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രണ്ട് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കും അല്ലെ. അപ്പൊ റൂട്ടർ എന്ന് പറയുന്നത് അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് അതിന്റെ അഡ്രസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും, അതിന്റെ മേൽവിലാസവും കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഹബിന്റെ കുറച്ചും കൂടെ മോഡിഫൈഡ് സാധനമാണ് സ്വിച്ച് എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ബ്രിഡ്ജിന്റെ കുറച്ചും കൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫോമാണ് നമ്മുടെ റൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ റൂട്ടർ എന്ന് പറഞ്ഞാൽ മേൽവിലാസമൊക്കെ നോക്കിയിട്ടായിരിക്കും കറക്റ്റ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ റൂട്ടറിന്റെ കേസിൽ എന്താ പറഞ്ഞ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്കുകൾ അല്ലെ. അതായത് ഇപ്പൊ ലാനും വാനും തമ്മിൽ കണക്ഷൻ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ തമ്മിലുള്ള കണക്ഷൻ, പക്ഷെ അവർക്ക് സെയിം പ്രോട്ടോകോൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് നമ്മുടെ റൂട്ടർ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, അവർക്ക് പെരുമാറ്റച്ചട്ടങ്ങൾ ഒരേപോലെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളായിരിക്കണം. ഇനി ഒരേപോലെ അല്ലാത്ത പെരുമാറ്റച്ചട്ടങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. റൂട്ടർ പോലെ തന്നെ പക്ഷെ എന്താ ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളായിരിക്കില്ല, വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്, റൂട്ടറിനെ അല്ല. അവിടെ നമ്മൾ ആരെയാ യൂസ് ചെയ്യുക, ഗേറ്റ് വേനെയാണ് യൂസ് ചെയ്യുക. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് സ്പീഡിൽ പറയാം. ഹബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഹബ് മെയിൻ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒക്കെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഒരേപോലെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അവിടെയുള്ള ട്രാഫിക് കൂടുന്നു, ആവശ്യമുള്ള ആൾക്കും ആവശ്യമില്ലാത്ത ആൾക്കൊക്കെ കിട്ടുകയാണ്. അപ്പൊ ട്രാഫിക് കൂടുന്നു, ബാൻഡ് വിഡ്ത്ത് കുറയുന്നു അല്ലെ. അപ്പൊ അതിനെ മാറ്റാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പോരായ്മ കാരണം വന്നിട്ടുള്ള ഒരാളാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അതിന് കുറച്ചും കൂടെ ബുദ്ധിയുള്ള ഒരാളാണ് അല്ലെ. അപ്പോൾ അതിന്റെ അഡ്രസ് ഒക്കെ നോക്കി, ഡാറ്റ അഡ്രസ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ആ ഡാറ്റ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. അതാണ് സ്വിച്ച് ചെയ്യുന്ന പരിപാടി. ഇനി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാൻഡുകളെ തമ്മിൽ യോജിപ്പിക്കാൻ ഓർക്കാം. അപ്പൊ ലാൻഡ് അല്ല ലാൻ ആണ്, രണ്ട് ലാനുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ആളെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ലാനിന്റെ കൂടെ നമ്മൾ പാനും മാനും വാനൊക്കെ പഠിച്ചു. ഇനി റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ലാനും വാനും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണത്തിനെയാണ് നമ്മൾ റൂട്ടർ എന്ന് പറയാ. പക്ഷെ അവിടെ ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളായിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ അതിന്റെ അഡ്രസ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ടായിരിക്കും, കറക്റ്റ് പാതയിലായിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹബിന്റെ മോഡിഫൈഡ് ആണ് സ്വിച്ച്. ഓക്കെ, ഹബിനേക്കാളും കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ് സ്വിച്ച് എന്ന് ഓർത്ത് വയ്ക്കാം. അതേപോലെ ബ്രിഡ്ജിനേക്കാളും കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ് റൂട്ടർ എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഇനി റൂട്ടറിൽ നമ്മൾ പറഞ്ഞു ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണെങ്കിൽ, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ഗേറ്റ് വേ അല്ലെ. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഗേറ്റ് വേ ഉപയോഗിക്കുന്നു. കണ്ടോ, ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കൂടെ അറിഞ്ഞു വെച്ചേക്കാൻ നമുക്ക് മോഡം ഉണ്ട്. മോഡം എന്ന് പറഞ്ഞാൽ മോഡുലേഷനും ഡീമോഡുലേഷനും നടക്കുകയാണ്. അതായത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കിയിട്ട് വീണ്ടും അനലോഗ് സിഗ്നലിനെ
ഡിജിറ്റൽ ആക്കുന്നു. നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവിടുന്ന് സെൻഡ് ചെയ്യണ സമയത്ത് ഈ ഡിജിറ്റൽ സിഗ്നൽ തന്നെ അപ്പുറത്ത് ഡിജിറ്റലായിട്ട് കിട്ടണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റലിനെ ആദ്യം അനലോഗ് ആക്കുന്നു, അതിനുശേഷം അനലോഗിനെ വീണ്ടും ഡിജിറ്റൽ ആക്കുന്നു. ഈ ഒരു പരിപാടി ചെയ്യുന്ന ആളാണ് മോഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതാണ്: പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? അപ്പൊ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ സ്വിച്ചിന്റെ കേസിൽ നമുക്ക് പറയാം, സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ടർ ആയിട്ട് പറയാം, അല്ലെ? അപ്പൊ സ്വിച്ച് ആണെങ്കിലും റൂട്ടർ ആണെങ്കിലും കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെ? അപ്പൊ സ്വിച്ച് അല്ലെങ്കിൽ റൂട്ടർ ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗേറ്റ് വേ ആണ്, അല്ലെ? ഗേറ്റ് വേ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. സെയിം പ്രോട്ടോകോൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂട്ടർ ആയിരിക്കും, അല്ലെ? ഇനി ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലാൻ. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പൊ ഒരു മുറിയിലെ കമ്പ്യൂട്ടറുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയാ? ലാൻ എന്ന് പറയാ. ഓക്കെ, ഇനി മാനിന്റെ പൂർണ്ണ രൂപം നമ്മൾ പറഞ്ഞു മെട്രോപോളിയൻ ഏരിയ നെറ്റ്വർക്ക്, അല്ലെ? ഒരു സിറ്റിൽ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ കേബിൾ ടി വി ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി കേബിൾ ടി വി ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന്റെ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാൻ ആണ്, അല്ലെ? മെട്രോപൊളിറ്റിയൻ ഏരിയ നെറ്റ്വർക്ക്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ: ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര് പാൻ ആണ്. ഏറ്റവും ചെറുത് പാൻ, അതിനേക്കാളും കുറച്ചും കൂടെ വലുത് ലാൻ, അതിനേക്കാളും വലുത് മാൻ, അതിനേക്കാളും വലുത് വാൻ. ഓക്കെ, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇന്റലിജന്റ് ഉപകരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു എന്താ, ഹബിനേക്കാളും ഇന്റലിജന്റ് ആണ് സ്വിച്ച് എന്ന് പറഞ്ഞു, അല്ലെ? അതേപോലെ തന്നെ ബ്രിഡ്ജിനേക്കാളും ഇന്റലിജന്റ് ആണ് റൂട്ടർ, ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? സ്വിച്ചും റൂട്ടറും ആണ് കേട്ടോ. ഇനി റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ വീക്ക് സിഗ്നൽസിനെയൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നിട്ടുള്ളത് എന്നായിരുന്നു എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? എന്നായിരുന്നു? 2020 ജൂലൈ 20-നാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത് 2019-ലാണ്, പക്ഷെ ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത് 2020-ലാണ് കേട്ടോ. അപ്പൊ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയേ: ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത് 2019 ജൂലൈ 30-നായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത മാസം രാജ്യസഭ അത് പാസ്സാക്കി, അല്ലെ? 2019 ഓഗസ്റ്റ് 6-ന് രാജ്യസഭ പാസ്സാക്കി. പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളതോ 2019 ഓഗസ്റ്റ് 6 തിരിച്ചിട്ട് കഴിയുന്ന നമ്മുടെ 9, അല്ലെ? അപ്പൊ ഓഗസ്റ്റ് 9-ന് പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇനി ഇത് നിയമമായിട്ട് ഒരു ഫാൻസി നമ്പർ ആണ് 2020 ജൂലൈ 20, അല്ലെ? അപ്പൊ 20 ഓർത്ത് വെക്കാലോ, 2020 ജൂലൈ 20. അപ്പൊ ഉപഭോക്തൃ എന്നൊക്കെ പറയുമ്പോൾ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു ജോലിയാണെന്ന് ഓർത്ത് വെക്കാം. ജൂലൈ എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയിട്ടുള്ളത് 1986 ഡിസംബർ 24 കേട്ടോ. ഡിസംബർ 24 1986-ലാണ്. അപ്പൊ ഡിസംബർ 25 ക്രിസ്മസ് ആണെന്ന് അറിയാം, അല്ലെ? അതിന്റെ തലേ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയെന്ന് ഓർക്കാം. കൺസ്യൂമേഴ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയിട്ടുള്ളത് 1986 ഡിസംബർ 24. ഓക്കെ, ഇനി 1986-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം പൂർണ്ണമായും റദ്ദാക്കി. അതിനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് 2019-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് ഈ പോയിന്റുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. എന്നാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 2020 ജൂലൈ 20-നാണ്. ലോക്സഭ പാസ്സാക്കിയുള്ളത് 2019 ജൂലൈ 30, രാജ്യസഭ പാസ്സാക്കിയുള്ളത് അത് കഴിഞ്ഞ അടുത്ത മാസം 2019 ഓഗസ്റ്റ് 6-ന്, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 6 തിരിച്ചിടുമ്പോൾ 9, അല്ലെ? അപ്പൊ 2019 ഓഗസ്റ്റ് 9-ന്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 2019-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തില് 8 ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ 107 സെക്ഷൻസ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. 8 ചാപ്റ്റേഴ്സും 107 സെക്ഷൻസും. ഈ 107-നകത്ത് 1ഉം 7ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 8 ആയിട്ട് തന്നെ കിട്ടും, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 8 ചാപ്റ്റേഴ്സും 107 സെക്ഷൻസും ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചാപ്റ്റേഴ്സ് നോക്കാം. ഈ 8 ചാപ്റ്റേഴ്സ് നോക്കാം. ആദ്യം പറയുന്ന പ്രാരംഭികം, ഇൻട്രൊഡക്ഷൻ ആണ്.
പിന്നെ ഉപഭോക്തൃ സമിതികളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഉപഭോക്തൃ സമിതികളാണ് കേട്ടോ, സമിതികളാണ്. പിന്നെ മൂന്നാമത് പറയുന്നത് CCPA. CCPA എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. എന്താണ്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കേട്ടോ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇനി നാലാമത് പറഞ്ഞത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ, തർക്ക പരിഹാര കമ്മീഷൻ. ഇനി തർക്കം ഉണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഒരു മധ്യസ്ഥത ഉണ്ടാവും അല്ലെ. അപ്പൊ അഞ്ചാമത് പറയുന്നത് മധ്യസ്ഥ. എന്താണ്? അഞ്ചാമത് പറയുന്നത് മധ്യസ്ഥയാണ്. ആറാമത് പറയുന്നത് ഉൽപ്പന്ന ബാധ്യത. ഉൽപ്പന്ന ബാധ്യത. ഏഴാമത്തെ കുറ്റങ്ങളും പിഴകളുമാണ് കേട്ടോ, ഏഴാമത്തെ കുറ്റങ്ങളും പിഴകളും. എട്ടാമത്തെ പലവക, അതായത് മിസ്ലേനിയസ് ആണ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്നത് പ്രാരംഭികം, ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് സമിതികളാണ് അല്ലെ, ഉപഭോക്തൃ സമിതികൾ. മൂന്നാമത്തെ എന്താ പറയുന്നത്? CCPA, അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. നാലാമത്തേൽ എന്താ പറയുന്നത്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, തർക്കം വന്നു. പിന്നെ അഞ്ചാമത്തേൽ പറയുന്ന മധ്യസ്ഥ പറഞ്ഞു അല്ലെ. പിന്നെ ഉൽപ്പന്ന ബാധ്യതയായി, പിന്നെ കുറ്റങ്ങളും പിഴകളും. എട്ടാമത്തെ മിസ്ലേനിയസ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തിയത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തിയത് എന്നായിരുന്നു? ആലോചിച്ചിട്ട് പറഞ്ഞ 2019 അല്ലെ, 2019 1986 മാറ്റിയിട്ടാണ് 2019 വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തിയത് 2019 അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ടോൾ ഫ്രീ നമ്പർ 180011400000 എന്നത് ആളുകൾക്ക് അവരുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. അപ്പൊ ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ എല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അത് ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് കേട്ടോ, ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പൊ നമ്പർ എത്രയാണ്? 18001140. പിന്നെ എത്ര 0 ഉണ്ട്? 4 0 ഉണ്ട് കേട്ടോ, 4 0. ഇത് എന്തിന്റെയാണ്? ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ ആണെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്: കൊപ്ര എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? കൊപ്ര എന്താണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. എന്തായിരിക്കും? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കൊപ്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കൊപ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. തെരഞ്ഞെടുക്കാനുള്ള അവകാശം, അത് ശരിയാണ്. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അത് ശരിയാണ്. വില പേശാനുള്ള അവകാശം, അത് തെറ്റാണ്. കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് വില പേശാനുള്ള അവകാശമാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അവകാശത്തെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതേപോലെയുള്ള ഉപഭോക്തൃ അവകാശത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് PSCയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നമുക്ക് വേഗം പഠിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അത് പറയുന്നത് 2(9) പറയുന്നത് കേട്ടോ, ഉപഭോക്താവിന്റെ അവകാശങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് അവകാശങ്ങൾ? ഇത് നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. എന്നിട്ട് ഇത് ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. സുരക്ഷിതത്വത്തിനുള്ള അവകാശം അല്ലെ, സേഫ്റ്റിക്കുള്ള ഒരു അവകാശം. ഉപഭോക്താവിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അത് സേഫ് ആണോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സാധനമാണോ എന്നൊക്കെ നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ സുരക്ഷിതത്വത്തിനുള്ള അവകാശമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? അറിയാനുള്ള അവകാശം. ഇതൊക്കെ നമ്മൾ ഓർത്താൽ മതി. നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക? അത് സേഫ് ആണോ നോക്കും, പിന്നെന്താ നോക്കുക? അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നോക്കും അല്ലെ. അതിന്റെ എക്സ്പയർ ഡേറ്റിനെ കുറിച്ചും മാനുഫാക്ചറിംഗ് ഡേറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ നോക്കും. അപ്പൊ അറിയാനുള്ള അവകാശം അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെ, പല ബ്രാൻഡിന്റെ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം, അതാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം ഒന്നും കൂടെ നോക്കാം. സുരക്ഷിതത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, എന്തായിരുന്നു? തെരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇനി നാലാമത്തെ നോക്കിയേ, കേൾക്കപ്പെടാനുള്ള അവകാശം, പ്രാതിനിധ്യത്തിനുള്ള അവകാശം. അപ്പൊ ഈ വാക്കുകളൊക്കെ അതേപോലെ ഒന്ന് പഠിച്ചു കേട്ടോ. കേൾക്കപ്പെടാനുള്ള അവകാശം, അതേപോലെ തന്നെ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. ഇനി അഞ്ചാമത്തെ പരിഹാരം തേടാനുള്ള അവകാശം. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പരിഹാരം തേടാനുള്ള അവകാശം കൺസ്യൂമേഴ്സിനുണ്ട് അല്ലെ. ഇനി ആറാമത്തെ നോക്കുകയാണെങ്കിൽ ഉപഭോക്തൃ അവബോധം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം.
നമുക്ക് ഉപഭോക്തൃ അവബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വേണം. അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 6 സുരക്ഷിതത്തിനുള്ള അവകാശം, സേഫ് ആണോ നോക്കുക, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവകാശം അല്ലെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാൻ കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഈ ടേംസുകൾ നോക്കുക കേട്ടോ. സേഫ്റ്റി അറിയാനുള്ള അവകാശം, തെരഞ്ഞെടുക്കാനുള്ള അവകാശം, പ്രാതിനിധ്യത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, പിന്നെന്താ ഉപഭോക്തൃ അവബോധം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. കണ്ടോ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിട്ടുള്ള? തെരഞ്ഞെടുക്കാനുള്ള അവകാശം ശരിയാണ്, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ശരിയാണ്, വിലപേശാനുള്ള അവകാശത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല, കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം അതും ശരിയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താക്കളുടെ അവകാശമായിട്ട് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത് അതിൽ PSC കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. അപ്പൊ എല്ലാവരും അത് തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമാണ് PSC ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന ഉപഭോക്തൃ അവകാശം ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉപഭോക്തൃ അവകാശം ഇല്ലാത്തത് കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ, ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള വേദികളിൽ അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുമെന്ന് അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള വലിയ വലിയ സെന്റൻസുകളൊക്കെ ഉണ്ടാവും. അത് കണ്ട് പേടിക്കേണ്ട. ഏതെങ്കിലും ഒരു കുഞ്ഞു വാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള വേദികളിൽ അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുമെന്ന് ഉറപ്പു നൽകുക. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ, പരിഗണന ലഭിക്കുക. ഇനി അടുത്തത് നോക്കിയേ, നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. നമ്മൾ നേരത്തെ പറഞ്ഞു പരിഹാരം തേടാൻ അല്ലെ. അപ്പൊ പരിഹാരം തേടാനുള്ള അവകാശം അത് കറക്റ്റ് ആണ്. സാധ്യമാകുന്നിടത്തെല്ലാം വിവിധ തരം ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം. അപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയിൽ അല്ലെങ്കിൽ വിലപേശൽ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിന്റെ അവകാശങ്ങളിൽ പെടുന്നതല്ല അല്ലെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ നോക്കിയേ. സുരക്ഷിതത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം അല്ലെ, തെരഞ്ഞെടുക്കാനുള്ള അവകാശം, പിന്നെ ഏതാ കേൾക്കാൻ കേൾക്കപ്പെടാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, പിന്നെ ഏതാ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലെങ്കിൽ ഉപഭോക്തൃ അവബോധമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയിൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് ഇതിനകത്ത് തെറ്റായിട്ട് വന്നിട്ടുള്ളത് അല്ലെ. ഈ നാലാമത്തെ നോക്കി, ഉപഭോക്തൃ അവകാശം അവബോധത്തിനുള്ള അവകാശം അത് കറക്റ്റ് ആണ്. കിട്ടിയോ? അപ്പൊ വില പേശുന്ന കാര്യമൊന്നും അതിനകത്ത് നമ്മുടെ അവകാശമായിട്ട് വരുന്ന കാര്യമല്ല കേട്ടോ. കൺസ്യൂമറിന്റെ റൈറ്റ് ആയിട്ട് വരുന്ന കാര്യമല്ല വില പേശൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? കണ്ടോ? അപ്പൊ ഇതേപോലെയുള്ള ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപകടകരമായിട്ടുള്ള ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം. ഞാൻ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു വാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞു, സേഫ്റ്റി മെഷറുമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ശരിയാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയാനുള്ള അവകാശം അല്ലെ. അപ്പോ സേവനങ്ങളെയും കുറിച്ചും ഗുണനിലവാരത്തെ കുറിച്ചും വിലയെയും കുറിച്ചും അറിയാനുള്ള അവകാശം. ഓക്കെ, അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. പരിഹാരം തേടാനുള്ള അവകാശം ഉണ്ട് അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റിൽ തന്നെ വരുന്നതാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. ആക്സസ് ചെയ്യാനുള്ള അവകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ഇവിടുത്തെ അവകാശത്തിൽ ഉൾപ്പെടാത്തത് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. ആക്സസ് ചെയ്യാനുള്ള അവകാശത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് തവണ PSC ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നത് 2.9 കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. 2.9 അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആരാണ് പരാതി നൽകേണ്ടത്? അപ്പൊ ഉപഭോക്താവിന് പരാതി നൽകാം, ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടനയ്ക്ക് പരാതി നൽകാം, സർക്കാരിന് പരാതി നൽകാം അല്ലെ. എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ എല്ലാവർക്കും പരാതി നൽകാം, ആർക്കും നൽകാവുന്നതാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ് അല്ലെ. അപ്പൊ പരാതി നൽകേണ്ടതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആർക്കൊക്കെ പരാതി ഉന്നയിക്കാം? ഉപഭോക്താവിന് പരാതി ഉന്നയിക്കാം അല്ലെ. പിന്നെ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉപഭോക്താക്കളെ പ്രതിനിധാനം ചെയ്ത് ഒന്നോ അതിലധികമോ വ്യക്തികൾക്ക്. അപ്പൊ കുറച്ചധികം ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവിന് വേണമെങ്കിൽ
പരാതി ഉന്നയിക്കാം. അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്. ഇനി ഉപഭോക്തൃ അസോസിയേഷൻ അല്ലെ, അസോസിയേഷൻ വഴി പരാതി ഉന്നയിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ്, പിന്നെ ഏതാ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഉണ്ട്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു CCPA, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് ഈ പറഞ്ഞ പോലെ പരാതി ഉന്നയിക്കാം. മരണപ്പെട്ട ഉപഭോക്താവിന്റെ അവകാശി അല്ലെങ്കിൽ പ്രതിനിധി, ഇപ്പൊ ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവകാശിക്ക് പരാതി ഉന്നയിക്കാം. പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവിന്റെ രക്ഷിതാവിന് ഉന്നയിക്കാം അല്ലെ. ഇനി പരാതി ഉന്നയിക്കുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വേണമെങ്കിൽ അത് എക്സാമിന് ചോദിക്കാം. വകുപ്പുകളൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ ചോദിക്കുന്നുണ്ട്. 2(5) ആണ് കേട്ടോ. അപ്പൊ പരാതി ഉന്നയിക്കുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ 2(5) ആണ്. 2(5) ആണ്. നമ്മുടെ 5 പേരിലും വെച്ചിട്ട് പരാതി ഉന്നയിക്കുന്നു എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം കേട്ടോ. അപ്പൊ 2(5) ആണ് പരാതി ഉന്നയിക്കുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതേസമയം 2(9) ഉണ്ടായിരുന്നല്ലോ, അതെന്തിനെ കുറിച്ചായിരുന്നു എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ. 2(9) പറയുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങളാണ് 2(9) പറയുന്നത്. ഓക്കെ, മാറിപ്പോരുത്, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019-2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. അപ്പൊ എന്നാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്? 2019-2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ, നമ്മൾ പഠിച്ചതല്ലേ. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥ തർക്കപരിഹാര സംവിധാനത്തെ കുറിച്ച് അല്ലെ, മീഡിയേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു തരാം. ആ സെക്ഷൻസ് പറഞ്ഞപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, മീഡിയേഷനെ കുറിച്ച്. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് മധ്യസ്ഥ, അതായത് 5ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇനി 3ാമത്തെ പോയിന്റ് എന്താ? ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായിട്ടുള്ള വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. അപ്പൊ ഇത് തെറ്റാണ്. ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇ-കൊമേഴ്സിനെ കുറിച്ച് കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പരാതി നൽകുന്ന സാഹചര്യങ്ങളാണ്. ജസ്റ്റ് ഓർത്താൽ മതി, നമ്മൾ എപ്പോഴേക്കായിരിക്കും പരാതി നൽകുക? അന്യായമായിട്ടുള്ള വ്യാപാര രീതികൾക്കെതിരെ, അന്യായമായിട്ടുള്ള വ്യാപാര രീതികൾക്കെതിരെ. പിന്നെ ഏതാ, വികലമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ, അതായത് മായം ചേർത്തിട്ടുള്ള വസ്തുക്കള് അല്ലെങ്കിൽ വ്യാജ ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പരാതി നൽകും അല്ലെ. അപ്പൊ അന്യായമായിട്ടുള്ള വ്യാപാര രീതികൾക്കെതിരെ, വികലമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ. അടുത്ത പോയിന്റ് നോക്കിയേ, ഉൽപ്പന്നത്തിനോ സേവനത്തിനോ അമിത തുക ഈടാക്കിയാൽ അല്ലെ, അതിൽ MRPനേക്കാളും കുറച്ചും കൂടെ വില കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് പറയും അല്ലെ. അപ്പൊ അമിത തുക ഈടാക്കിയാൽ. ഇനി സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നത്തിനെതിരെ, സേവനത്തിനെതിരെ, സുരക്ഷിതമല്ലാത്ത ഇനി തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പരസ്യങ്ങൾക്കെതിരെ, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെതിരെ നമുക്ക് പരാതി നൽകാം. ഇ-കൊമേഴ്സ് മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെ പരാതി നൽകാം. ഇ-കൊമേഴ്സ് മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെ കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. പരാതി നൽകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 2(6). പരാതി നൽകുന്ന സാഹചര്യങ്ങൾ കേട്ടോ. പരാതി നൽകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ 2(6) എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പരാതി നൽകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? 2(6) ആണ്. ഇനി അടുത്ത് കൊടുത്തിട്ടുള്ളത് കൺസ്യൂമർ കോർട്ട് ഫീ ചാർജിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 2022 ഡിസംബറിൽ വന്നിട്ടുള്ള കൺസ്യൂമർ കോർട്ടിന്റെ ഫീനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഇതില് ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷൻ, ഓക്കെ, ഡിസ്ട്രിക്റ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ <5 lakh rupees ആണെങ്കിൽ ഫീയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 5 ലക്ഷത്തിനും അതേപോലെ തന്നെ 10 ലക്ഷം വരെ, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ 200 രൂപയാണ് ഫീ കൊടുക്കേണ്ടത്. 10 ലക്ഷം to 20 lakh ആണെങ്കിൽ 400, ഇതിന്റെ ഡബിൾ ആയിട്ട് മാറി. അതേപോലെ തന്നെ 20 ലക്ഷത്തിന് മീതെ, 20 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെയാണെങ്കിൽ, 20 ലക്ഷം തൊട്ട് 50 ലക്ഷമാണ് കേട്ടോ. 50 ലക്ഷം വരെയാണെങ്കിൽ അവിടെ എത്രയാണ്? 1000 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. 5 ലക്ഷത്തിന് താഴെ വരെ ഫീയുടെ ആവശ്യമില്ല. 5 to 10 ആണെങ്കിൽ 200, പിന്നെ 10 to 20 ആണെങ്കിൽ അതിന്റെ ഡബിൾ 400, 20 to 50 ലക്ഷമാണെങ്കിൽ 1000 രൂപയാണ് അതിന്റെ ഫീ ആയിട്ട് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇത് ഡിസ്ട്രിക്റ്റിന്റെ കേസാണ് പറഞ്ഞത്. ഇനി സ്റ്റേറ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൽ 50 ലക്ഷം ടു 1 crore വരെ കേട്ടോ, 50 lakh to 1 crore വരെ ആണെങ്കിൽ
2000 രൂപ. നമ്മൾ പറഞ്ഞു 50 ലക്ഷം വരെയാണെങ്കിൽ 1000 രൂപ എന്ന് പറഞ്ഞു അല്ലെ. ഇനി 50 ടു 1 കോടി വരെയാണെങ്കിൽ 2000 രൂപ. 1 കോടി തൊട്ട് 2 കോടി വരെയാണെങ്കിൽ 2500 രൂപ. ഓക്കെ, അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഇനി അടുത്ത കേസ് ആണെങ്കിൽ 2 കോടി ടു 4 കോടിയാണെങ്കിൽ 3000 രൂപ. 4 കോടി ടു 6 കോടിയാണെങ്കിൽ 4000. ഓരോ 1000 വീതം കൂടി വരണം. 6 കോടി ടു 8 കോടിയാണെങ്കിൽ 5000. 8 കോടി ടു 10 കോടിയാണെങ്കിൽ 6000. 10 കോടിക്ക് മീതെയാണെങ്കിൽ 7500 രൂപയാണെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ ഇപ്പൊ പഠിക്കണേന്നുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി. അത്ര ക്ലാരിറ്റി ഇല്ല, ഒന്ന് കേൾക്കുക കേട്ടോ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്ര എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷൻ കാണുന്നുണ്ടോ? ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷന്റെ എബൌവ് 20 lakh ടു 50 lakh അല്ലെ. അപ്പൊ 50 ലക്ഷമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാക്സിമം വരുന്നത് 50 ലക്ഷമാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ പറയുന്നത്? ആൻസർ 50 ലക്ഷം രൂപയാണ്. അധികാര പരിധി എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 5 ലക്ഷത്തിന് താഴെ വരെ ഫീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 5 ടു 10 ലക്ഷം വരെ 200 രൂപ ശരിയാണ്. 10 ലക്ഷം ടു 20 lakh വരെ അതിന്റെ ഇരട്ടി അല്ലെ 400 രൂപ ശരിയാണ്. ഇനി 20 ലക്ഷം ടു 50 lakh വരെ എത്രയാണ്? 2000 രൂപയായിരുന്നോ? 1000 രൂപ അല്ലെ. 1000 രൂപയാണ്. അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. 5 ലക്ഷത്തിന് താഴെ വരെ ഫീസ് ഇല്ല. 5 ടു 10 ലക്ഷം വരെ 200. പിന്നെ 10 ടു 20 ആണെങ്കിൽ 400. 20 ടു 50 ആണെങ്കിൽ 1000 രൂപയാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 ഉപഭോക്തൃ കോടതികളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, ജില്ല കേട്ടോ, ജില്ലയുടെ കേസ് പറയുകയാണെങ്കിൽ അതിന്റെ ഘടന ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 2 അംഗങ്ങളും കുറഞ്ഞത് കേട്ടോ. പ്രസിഡന്റും 2 അംഗങ്ങളും കുറഞ്ഞത്. ഒരംഗമെങ്കിലും വനിതയായിട്ട് വേണം. ഒരംഗമെങ്കിലും വനിതയായിട്ട് വേണം. ഇനി അധികാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പിലാക്കുന്നു. ഇനി അടുത്ത് നോക്കാം. ജില്ല കഴിഞ്ഞ് സംസ്ഥാനം അല്ലെ. അപ്പൊ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 4 അംഗങ്ങളും കുറയാതെ കേട്ടോ. അപ്പൊ ജില്ലാ തലത്തിൽ പറഞ്ഞപ്പോ പ്രസിഡന്റും 2 അംഗങ്ങളും, ഇവിടെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോ പ്രസിഡന്റും 4 അംഗങ്ങളും കുറഞ്ഞത്. ഒരംഗമെങ്കിലും വനിത. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു കേട്ടോ. ഇനി ദേശീയ, അപ്പൊ ജില്ല കഴിഞ്ഞു, സംസ്ഥാനം കഴിഞ്ഞു. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം. 2 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഘടനയും കാര്യങ്ങളും ഒക്കെയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് ആരെയെല്ലാം ബാധ്യസ്ഥരാക്കാം. അപ്പൊ നിർമ്മാതാക്കൾ, പരസ്യ ഏജൻസികൾ, സെലിബ്രിറ്റികൾ എന്നിവരൊക്കെ ബാധ്യസ്ഥരാക്കാം അല്ലെ. അതേപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ പരസ്യത്തിന് നിർമ്മാതാവിനെതിരെ 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും 1 വർഷം വരെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വിലക്കാനും CCPAക്ക്, നമ്മൾ നേരത്തെ CCPA കുറിച്ച് പറഞ്ഞു അല്ലെ, CCPAക്ക് അധികാരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഇനി ആവർത്തിച്ചുള്ള കുറ്റകൃത്യത്തിന് 50 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും പറ്റും കേട്ടോ. ആവർത്തിച്ചിട്ടുള്ള കുറ്റകൃത്യത്തിനാണെങ്കിൽ 50 ലക്ഷം വരെ രൂപ പിഴ ചുമത്താനുള്ള അധികാരം കൂടിയുണ്ട്. അതേപോലെ തന്നെ 3 വർഷം വരെ ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വിലക്കാനും CCPAക്ക് അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഇനി സെക്ഷൻ 2(7) പറയുന്നത് എന്താ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സെക്ഷൻ 2(5) പറഞ്ഞു, സെക്ഷൻ 2(9) പറഞ്ഞു, 2(6) പറഞ്ഞു അല്ലെ. ഇനി സെക്ഷൻ 2(7) കുറിച്ച് പറയുകയാണെങ്കിൽ ഉപഭോക്താവിനെ കുറിച്ചാണ് സെക്ഷൻ 2(7) പറയുന്നത്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ, ഇലക്ട്രോണിക് മാർഗങ്ങൾ, ടെലിഷോപ്പിംഗ്, നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും
ഉപഭോക്താവിന്റെ നിർവചനത്തിൽ പെടുന്നു. അപ്പൊ ജസ്റ്റ് അതിന്റെ നിർവചനം അറിഞ്ഞു വെച്ചേക്ക്, ഏതൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ള കാര്യം ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്ക്. അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 2(7) ആണ് ഉപഭോക്താവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. എന്നാൽ ആരാണ് ഉപഭോക്താവ് അല്ലാത്തത്? അപ്പൊ ഇവിടെ നമ്മൾ ആരൊക്കെയാണ് ഉപഭോക്താവ് എന്നുള്ളത് പറഞ്ഞു അല്ലെ. ഇനി ഉപഭോക്താവ് അല്ലാത്തത് ആരെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സൗജന്യമായിട്ട് സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തി, അത് ഉപഭോക്താവല്ല. സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കേട്ടോ. ഇനി സൗജന്യമായിട്ട് സേവനങ്ങൾ ലഭിക്കുന്നവർ, ഇനി പുനർവിൽപ്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നവർ. ഓക്കെ, പുനർവിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്നവർ, സേവന കരാർ പ്രകാരം സേവനങ്ങൾ ലഭിക്കുന്നത്. ഇതെല്ലാം ഉപഭോക്താവല്ലാത്ത ആയിട്ടുള്ള എക്സാമ്പിളുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. കാരണം ഏതൊക്കെയാണ് ഉപഭോക്താവ്, ഇതിൽ ആരാണ് ഉപഭോക്താവ് അല്ലാത്തത് എന്നൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ. കേന്ദ്ര അതോറിറ്റി നിർദ്ദേശം നടപ്പാക്കാതിരുന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. കേന്ദ്ര അതോറിറ്റിയുടെ ഉത്തരവ് പാലിക്കാതിരുന്നാൽ 6 മാസം തടവോ 20 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ചുമത്താവുന്നതാണ്. അതേപോലെ തന്നെ ഉപഭോക്തൃ താൽപര്യ വിരുദ്ധ പരസ്യം നൽകുന്നവർക്കെതിരെ 2 വർഷം തടവോ ഒപ്പം 10 ലക്ഷം രൂപ വരെ പിഴയോ ചുമത്താം. ആവർത്തിക്കുന്ന പക്ഷം എത്രയാണ്? 5 വർഷം വരെയും പിഴ 50 ലക്ഷം വരെയും ആകാം എന്ന് 88, 89 വകുപ്പുകളിൽ പറയുന്നു. ഓക്കെ, അപ്പൊ ആവർത്തിക്കുന്ന പക്ഷം, അപ്പൊ മാക്സിമം നോക്കുകയാണെങ്കിൽ എത്ര വരിക? 5 വർഷം വരെയും അതുപോലെ തന്നെ 50 ലക്ഷം വരെയും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ചോദ്യം. നിർമ്മിതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള പരസ്യങ്ങൾക്കോ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്താവുന്ന പരമാവധി ശിക്ഷ ചോദിക്കുകയാണെങ്കിൽ 5 വർഷം വരെയുള്ള ജയിൽവാസവും 50 ലക്ഷം രൂപയുമാണ്. ഇനി നമ്മുടെ LDC 2024 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായിട്ടുള്ള സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ CCPA പ്രാഥമിക പ്രവർത്തനം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എന്നുള്ളതായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ C ആണ്. ഇനി ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോഡികൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? തർക്ക പരിഹാര കമ്മീഷൻ അല്ലെ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? തെരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്, കേൾക്കാനുള്ള അവകാശം, അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കാട്ടോ. അവകാശങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനുള്ള അവകാശമാണ് ഇതിനകത്ത് വരാത്തത് അല്ലെ. അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ചൂഷണത്തിനുള്ള അവകാശമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വാർത്താ വിതരണം ഉണ്ട്, ഗതാഗതം ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. നിസ്വാർത്ഥ സേവനങ്ങളാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നിസ്വാർത്ഥ സേവനങ്ങൾ.